ഇന്റർവ്യൂ താല്പര്യമില്ല കണ്ടിന്യൂ ചെയ്യാൻ? അപ്പം അനന്തുവിന് ക്രഷ് ഉണ്ടോ? ഒരുപാടുണ്ടായിരുന്നല്ലോ. ഒരുപാടുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ നമുക്ക് ഓരോ ആൾക്കാരെ കാണുമ്പോഴത്തേ നല്ല കൊച്ചാണല്ലോ, നല്ല കുട്ടിയാണല്ലോ തോന്നും, സ്വാഭാവികം. എന്നിട്ട് അങ്ങോട്ട് വിടും, എന്നിട്ട് അടുത്ത ആളെ കാണും വീണ്ടും, അങ്ങനെയാണോ? ഓക്കെ, ആഫ്രിക്ക ഒന്നാമത്തെ ഒരു കൺട്രി ആണോ അതോ ഇതെങ്കിലും? ആഫ്രിക്കയല്ല, കെനിയാണ് കൺട്രി. ആഫ്രിക്കൻ കോണ്ടിനെന്റിലെ കെനിയ. ഓ ഓക്കെ, സോറി. എന്താന്നറിയോ, ഞാൻ ഇപ്പൊ ഈ ഷോയ്ക്കൊക്കെ പുറത്തൊക്കെ പോവല്ലോ, ഇപ്പോഴും വീട്ടിലെ ഡിസ്കഷൻ എന്താണെന്നറിയോ, ജോലിയൊന്നും ആയിട്ടില്ല. വല്ലാത്തൊരു ഫ്രീ ഫയറോ എന്താ ഫ്രീ ഫയർ ഗെയിം. ഞാൻ കാര്യം പറയട്ടെ, ഞാൻ സീൻ കണ്ടിട്ട് ഇപ്പൊ ഹാർട്ട് ബ്രേക്ക് ആയില്ലേ? സൗന്ദര്യം ആസ്വദിക്കുന്നത് തെറ്റാണോ സൗമി? എന്താ, സൗമി നല്ല സുന്ദരിയല്ലേ? സൗമിയുടെ സൗന്ദര്യം ഞാൻ ആസ്വദിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താ തെറ്റ്? സൗമിക്കാണോ നല്ല ഭംഗിയുണ്ടല്ലോ. ഞാൻ തന്നെ മടിയെ കുറിച്ച് മടി മാറ്റാന്ന് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടേ, പക്ഷെ ഞാൻ ഭയങ്കര മടിയാണ്, സീരിയസ് ആയിട്ട്. മെന്റലിസം എന്നത് നമ്മൾ കേട്ടു മാത്രം പരിചയിച്ചിരുന്ന ഒരു കാലത്ത് നിന്നും മാജിക്കിൻ്റെയും മെന്റലിസത്തിൻ്റെയും ഒക്കെ ആ ഒരു മായാ ലോകത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയ ഒരു മിടുക്കനായ കലാകാരൻ. യൂട്യൂബിലെയും ടി വിയിലെയും ലൈവ് ഷോകളിലേക്ക് ആ ഒരു പെർഫോമൻസ് കണ്ടിട്ട് കോരിത്തിരിച്ചിരിക്കാത്ത മലയാളികൾ വളരെ ചുരുക്കമാണ്. സസ്പെൻസ്, വണ്ടർ, സർപ്രൈസ് ഇതൊക്കെ ഒറ്റ പേരിലേക്ക് ചുരുങ്ങുമ്പോൾ അതാണ് മെന്റലിസ്റ്റ് അനന്തു. അതെ, ഇപ്പോൾ എൻ്റെ ഒപ്പമുള്ളത് മെന്റലിസ്റ്റ് അനന്തുവാണ്. സോ വെൽക്കം അനന്തു. താങ്ക് യു സൗമി. ഓക്കെ, അപ്പോൾ ആദ്യം എനിക്ക് അനന്തിനോട് ചോദിക്കാനുള്ളത്, എവിടെയായിരുന്നു ഇത്ര നാള്? അതായത് ഞാൻ ആദ്യം കോൺടാക്ട് ചെയ്തപ്പോൾ ആഫ്രിക്ക, പിന്നെ ദുബായ്, പിന്നെ വേറെ എവിടെയൊക്കെയോ, അതൊക്കെ പോട്ടെ. അനന്തുവിന്റെ ലൈവ് ലൊക്കേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ യൂട്യൂബ് റീൽസും വീഡിയോസ് ഒക്കെ നോക്കിയാൽ മതിയാണ്. അപ്പോൾ അതും ഇല്ല. ഞാൻ ലാസ്റ്റ് നോക്കിയപ്പോൾ 9 months ago ആണ് കാണിക്കുന്നത്. അപ്പൊ ശരിക്കും എവിടെയായിരുന്നു? എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? ഐ വോണ്ട് ഡോക്ടർ സണ്ണി ഹിയർ എന്നൊക്കെ പറയുന്ന പോലെ. ഇല്ല, അത് ഞാൻ എന്താണെന്നറിയാം, നമ്മൾ സീക്രട്ട് ലെറ്റർ എന്ന് പറയുന്ന ഷോയുടെ തിരക്കിലായിരുന്നു. ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നതാണല്ലേ? ഇപ്പൊ ഞങ്ങൾ ഇന്റർനാഷണൽ ഷോസ് സീക്രട്ട് ലെറ്റർ ആണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ഫസ്റ്റ് ടൈം May 25 വരെയാണ് ആ ഷോ. ടാഗോർ തിയേറ്ററിൽ വെച്ചിട്ടാണ്, പബ്ലിക് ഷോ ആണ്. നാട്ടിൽ അങ്ങനെ ഒരുപാട് പബ്ലിക് ഷോസ് ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു വലിയ സ്കെയിലിൽ ഒരു പബ്ലിക് ഷോ നാട്ടിൽ ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നത്, ട്രിവാൻഡ്രത്ത്. ഓക്കെ, എന്തായാലും അത് ജോഷ് ആവട്ടെ. താങ്ക് യു. ജോഷ് ഷോ എന്ന് വെച്ചാൽ കളറാവട്ടെ, അടിപൊളിയാകട്ടെ, ആ ഒരു സാധനം മനസ്സിലായി. ഓക്കെ, ഇപ്പൊ എന്താണ് അനന്തുവിന്റെ ഒരു സൂപ്പർ നാച്ചുറൽ പവർ ആസ് എ മെന്റലിസ്റ്റ് എന്ന്? ഇപ്പൊ ഞാനിപ്പോ അടുത്ത് ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്തെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. സൂപ്പർ നാച്ചുറൽ പവറോ? എന്ത് സൂപ്പർ, അങ്ങനെയൊന്നുമില്ല. ഞാൻ എൻ്റെ പഴയ ഇന്റർവ്യൂ കണ്ടു, ഞാൻ അതിൽ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്. അല്ല അങ്ങനെ അത് എനിക്കറിയാം. വീഡിയോ കാണുന്ന സമയത്ത് ഇവന് മനസ്സ് വായിക്കാനുള്ള ശക്തിയുണ്ട്, എനിക്കങ്ങനെ ഒരു ശക്തിയില്ല. എനിക്കെന്നല്ല ആർക്കും മനസ്സ് വായിക്കാനുള്ള ശക്തിയും പവറൊന്നുമില്ല. അത് ഞാൻ പണ്ട് മുതലേ എൻ്റെ പഴയ 2016 മുതലുള്ള ഇന്റർവ്യൂസിൽ ഞാൻ പറയുന്ന ഒരു കാര്യം കേട്ടോ. അത് അങ്ങനെ ആർക്കും പറ്റില്ല. നമ്മൾ ചെയ്യുന്നത്, നമ്മൾ കുറച്ച് ട്രിക്സ് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ കുറച്ച് ലൈക്ക് സൈക്കോളജിക്കലായിട്ടുള്ള കുറേ സബ്ജക്ട്സ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ അനഗ്രംസ് യൂസ് ചെയ്ത് അങ്ങനെയൊക്കെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മിക്സ്ചറാണ് മെന്റലിസം. അതെ, അപ്പൊ ഞാനിപ്പോ ചോദിച്ചു പോലെ സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ടോ എന്നുള്ള സാധനം വേറെ ആരെങ്കിലും മുമ്പ് ചോദിച്ചിട്ടുണ്ടോ? ഇപ്പൊ എന്തിപ്പോ പറയാ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലോട്ടറിയുടെ നമ്പർ പ്രിഡിക്ട് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ എന്റെ മറന്നു വെച്ചിട്ടുണ്ട് കാറിന്റെ കീ ഇടന്ന് കണ്ടുപിടിക്കുക, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. അങ്ങനെ ക്രേസി ആയിട്ട് വിളിക്കുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഞാൻ എന്റെ കാറിന്റെ കീ മറന്ന കാര്യം. അതെ. അപ്പൊ മറ്റാരെങ്കിലും സമീപിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, കണ്ടുപിടിച്ച് തരാൻ വേണ്ടി ക്രേസി ആയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ? അല്ല, ചുമ്മാ നമ്മളിപ്പോ ഒരു ഫ്രണ്ട് സർക്കിൾ ഒക്കെ ആണെങ്കിൽ ഞാൻ അത് ചുമ്മാ ട്രൈ ചെയ്യും. ലൈക്ക് അവര് തന്നെ എവിടെ വെച്ചെന്നുള്ളത് അവരുടെ മെമ്മറിയിൽ ഫെയ്ഡഡ് ആയിട്ട് ഉണ്ടാവുമല്ലോ. അപ്പൊ അത് വെച്ച് ഞാൻ ചുമ്മാ ഒരു കളിക്ക് ഞാൻ ഇങ്ങനെ പരീക്ഷിക്കും, ശരിയാവാറുണ്ട്. എന്നിടയ്ക്ക് ആസാമിൽ നിന്ന് ഒരു ചേച്ചി വിളിച്ചിട്ട് അവരുടെ മാല കണ്ടുപിടിക്കാന്നൊക്കെ പറഞ്ഞിട്ടേ. അതെ, അപ്പൊ അങ്ങനെയൊക്കെ കോളൊക്കെ വരും. പിന്നെ അതിനകത്ത് എങ്ങനെയാ, ഒരുപാട് ഫ്രണ്ട് സർക്കിൾ ഒക്കെ ഉണ്ട്? അതേ ഉള്ളൂ, ഫ്രണ്ട് സർക്കിളേ ഉള്ളൂ. ഞാൻ ചോദിക്കാൻ കാരണം എന്താണെന്നറിയോ, നമ്മുടെ ഉള്ളിലൊരു പേടി ഉണ്ടാവില്ല, കൂടെ നടക്കുന്ന ഒരു മെന്റലിസ്റ്റ് ആണ് നമ്മുടെ ഉള്ളിലുള്ള. അവർക്ക് പേടി ഉണ്ടാവില്ല. കാരണം എന്താന്ന് വെച്ചാൽ അവരുടെ മുമ്പിൽ ഞാൻ മെന്റലിസ്റ്റ് ആയിട്ട് നിൽക്കാറില്ല. അവരുടെ മുമ്പിൽ ഞാൻ അനന്തു, അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്കൊന്നും. എന്നാലും അവരിങ്ങനെ ചോദിക്കാറുണ്ടോ, എങ്ങാണ് ഞങ്ങളുടെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കുന്ന സമയത്ത് പുതിയതായിട്ട് പരിചയപ്പെടുന്ന ആൾക്കാർ, പഴയ ആൾക്കാർക്കൊക്കെ ഇതൊക്കെ പറഞ്ഞ് ഇവന് മെന്റലിസ്റ്റ് ആക്കൂല്ലേ? ഓക്കെ, ഇനിയിപ്പോ ഞാൻ ചോദിക്കുന്നത് എന്റെ ഒരു ഡൗട്ട് ആണ് കേട്ടോ. അനന്തു ശരിക്കും ഇൻട്രോവേർട്ട് ആണ്?
എന്ത് തോന്നുന്നു? ഞാൻ അനന്തുവിന്റെ മോസ്റ്റ്ലി വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അനന്ത് പറയുന്നത് ഇൻട്രോവേർട്ട് ആണ്, അല്ലെങ്കിൽ ഇൻട്രോവേർട്സിനെ സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോസ് ആണ് അനന്ത് കൂടുതൽ ഇടാറുള്ളത്. ഞാൻ ചോദിക്കുന്നത് ഇൻട്രോവേർട്ട് ആണോ ശരിക്കും? സൗമ്യക്ക് എന്ത് തോന്നുന്നു അങ്ങനെ? ഇല്ല, ഇൻട്രോവേർട്ട് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഐ ഡോണ്ട് തിങ്ക് സോ. കാരണം എന്താ പറയുക, അത്രയും വലിയ ഹ്യൂജ് ഓഡിയൻസിനെയൊക്കെ മാനേജ് ചെയ്യണം, അതും പോട്ടെ ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിട്ട് നിൽക്കേണ്ട ഒരു സ്റ്റേജ് അല്ലേ? അല്ല, അത് നമുക്ക് അതിന്റെ രണ്ടിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ആയിട്ട് പറയാം. ഇൻട്രോവേർട്ട് ആവേണ്ടടുത്ത് അങ്ങനെ നിൽക്കും, അങ്ങനെ ഡിപ്പെൻഡ്സ് ഓൺ ദ സിറ്റുവേഷൻ. ഓക്കെ, അപ്പൊ ഈ മനസ്സിൽ ഈ സാധനം കിടക്കണം, ഞാൻ ഇൻട്രോവേർട്ട് ആണ്, അധികം സംസാരിക്കാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. ഞാനല്ലേ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നത് കൂടുതൽ. അല്ല, സ്റ്റേജിൽ ഇങ്ങനെ ഷോ ഒക്കെ ചെയ്യുമ്പോഴത്തേന് ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ അനന്തു അതേസമയം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇൻട്രോവേർട്ട് എന്ന ഉദ്ദേശം അങ്ങനെയൊന്നുമല്ല. എനിക്ക് ഈ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ലൈക്ക് അവരുടെ ഒരു പേഴ്സണൽ സ്പേസിലോട്ടൊന്നും അങ്ങനെ ഇടപെടാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. ഇപ്പൊ കൺസൾട്ടേഷൻ റിലേറ്റഡ് ആയിട്ടൊക്കെ ഓരോ ആൾക്കാർ വിളിക്കുക, അതല്ല. ചില ആൾക്കാരുടെ ചിലപ്പം ഒരു റിലേഷൻഷിപ്പ് ഉള്ള രണ്ടുപേര്, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു സ്പേസിലേക്ക് ചെന്ന് അഭിപ്രായം പറയാം, ഇതൊന്നും എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ കുറച്ച് ഇൻട്രോവേർട്ടാണ്. ഐ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടോ? കുഴപ്പമൊന്നുമില്ല. നമുക്ക് കണ്ണി നോക്കി തന്നെ സംസാരിക്കാം. അതിന്റെ മാനേഴ്സ് എനിക്ക് പറഞ്ഞു തന്നെ മനസ്സിലായി. ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് അതിന്റെ മാനേഴ്സ് തൊട്ട് അത് പണ്ട് ശീലിച്ച ഒരു സാധനം. ഞാൻ വിജയണ്ണന്റെ ഇന്റർവ്യൂ ഒക്കെ കണ്ടിട്ടേ പുള്ളി ഇങ്ങനെ. വേറെ ഞാൻ ചോദിക്കുന്ന ക്ലേശാന്ന് അറിയാം, എന്നിരുന്നാലും ചോദിക്കാണ്, വിജയന്റെ ഫേസ് കട്ട് ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഫേസ് കട്ട് ഒന്നുമല്ല, മാനറിസത്തിന്റെ കാര്യത്തിൽ പറഞ്ഞു. അല്ല, ഞാൻ കുറെ കമന്റ്സ് ഇങ്ങനെ വായിച്ചു യൂട്യൂബിലൊക്കെ. ഞാൻ പഴയ വിജയണ്ണന്റെ പഴയ ലൈക്ക് മൂവീസ് ഒക്കെ ഗില്ലിയും അതൊക്കെ ഇട്ട് റിപ്പീറ്റ് അടിച്ച് കാണും. മറ്റേ അർജുനയുടെ വലിയ പാട്ടും ഇല്ലില്ല കണ്ടിട്ടുണ്ട്. എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ LKG പഠിക്കുമ്പോഴാണ്. ഞാൻ പറഞ്ഞുതരാം. ഞങ്ങള് പൂജപ്പുര ഹിന്ദു മഹിളാ മന്ദിരം സ്കൂളുണ്ട്. അവിടെ അദ്ദേഹത്തിന്റെ പിറന്നാളിൻ്റെ അന്ന് അദ്ദേഹം അവിടെ ഒരു പെൺകുട്ടികളുടെ ഒരു ഓർഫനേജ് പോലെയുള്ള ഒരു സ്കൂളാണ്. അപ്പോൾ അവിടെ ഫുഡ് കൊടുക്കാനായിട്ട് വരും. അപ്പം ഞാനന്ന് LKG പഠിക്കാൻ എത്ര കുഞ്ഞാ. അപ്പം അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഇങ്ങനെ പോകുന്നു. അപ്പം ആള് ഏതോ ഒരു സിനിമയുടെ എന്തോ ഇത് കഴിഞ്ഞിട്ട് ആളവിടെ വന്ന് ആ കുട്ടികളോട് ഇന്ന് ഭക്ഷണം കഴിച്ചു. അപ്പം ആ സമയത്ത് ഇങ്ങനെ കാറിൽ ഇരുന്ന് പാസ് ചെയ്ത് പോയി. അപ്പൊ ആ സമയത്ത് ഞാൻ ഒരു ഒറ്റ തവണ അതാണോ? അപ്പൊ എന്തെങ്കിലും നേരിട്ട് കാണുവാണെങ്കിലും മെന്റലിസം ചേട്ടനെക്കാട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കറിയാം, ചിരിക്കാൻ വൈകിട്ടൊന്നും ചിരിപ്പിക്കില്ല. അതായത് നേരിട്ട് ഞാൻ മറ്റേ ബോർഡ് എടുത്ത് ഇറങ്ങുന്നില്ലെന്നേ ഉള്ളൂ, എന്റെ മനസ്സിലുണ്ട്. നാളെ തൊട്ട് ബോർഡൊക്കെ എടുത്തിട്ട് ഇറങ്ങിയാലോ. നേരിട്ട് കാണുവാണെങ്കിൽ മെന്റലിസം ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടോ? പിന്നെ ഞാനിപ്പോ ചോദിക്കുന്നോണ്ട് വേറെ ഒന്നും തോന്നരുത്. ഈ റിലേഷൻഷിപ്പിലൊക്കെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് അനന്തുവിന്? അതായത് ചോദിക്കാൻ കാരണം എന്താണെന്നറിയോ, ഇപ്പൊ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക്, ഇപ്പൊ ഞാൻ ഫ്രണ്ട്സിന്റെ കാര്യം പറഞ്ഞല്ലേ, അവർക്ക് മനസ്സിലൊരു കംഫർട്ടബിൾ ഫീൽ ചെയ്യൂ എല്ലാ സമയത്തും. അതായത് ഇപ്പൊ കള്ളത്തരം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയാനുണ്ടെങ്കിൽ അത് പറയാതിരിക്കുക, അങ്ങനത്തെ. എനിക്കൊരു പ്രശ്നമുണ്ട്. എനിക്ക് കള്ളത്തരം കാണിച്ചത് മനസ്സിലായി കഴിഞ്ഞാൽ ഞാൻ അതെനിക്ക് മനസ്സിലായെന്ന് ഞാൻ പുറമെ പ്രകടിപ്പിക്കാറില്ല. നമ്മുടെ സബ്ജക്റ്റ് തന്നെ അതാണ്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ അവർ ഓക്കെ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ അടുത്ത് എന്താ നമ്മൾ ട്രസ്റ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു പരിധി വരെയും ഞാൻ റിലേഷൻഷിപ്പിലേക്ക് എൻ്റെ ഫ്രണ്ട്സ് സർക്കിൾ ഒരിടത്ത് ഞാൻ അങ്ങനെ നമ്മുടെ സബ്ജക്റ്റ് ഇട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കാറില്ല. പക്ഷെ എന്നാലും ചില പോയിന്റ് അവർ കോൺഷ്യസ് ആവാറില്ല. കാര്യം അവർക്കറിയാം ഞാൻ അവരുടെ അടുത്ത് അങ്ങനെ മെന്റലിസ്റ്റ് ആയിട്ടൊന്നും അങ്ങനെ നിൽക്കില്ല എന്നറിയാം. പക്ഷേ ചില സമയത്ത് വളരെ ഒരു 0.1% കേസസിലൊക്കെ ചില ആൾക്കാർ എൻ്റെ അടുത്ത് വളരെ കൺവിൻസിങ് ആയിട്ട് കള്ളത്തരം പറയും. അപ്പോൾ അതെനിക്ക് മനസ്സിലാവും. അത് എന്ത് ചെയ്യാം, അതൊരു കുഴപ്പമാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. എന്ന് വെച്ചാൽ അങ്ങനെ 100% ഒന്നും അല്ല. പക്ഷെ എങ്കിലും ഓക്കെ, അതിന് മെന്റലിസം ഒന്നും പഠിക്കണ്ട. നമ്മളെ സ്നേഹിക്കുന്നവർ നമുക്കറിയാമല്ലോ, അതിന് മെന്റലിസ്റ്റ് ആവണമെന്നില്ല. പിന്നെ നമ്മുടെ സബ്ജക്ട് ഇതായതുകൊണ്ട് ഞാൻ ഈ ലൈ ഡിറ്റക്ഷൻ പരിപാടി കുറച്ച് കൂടുതൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതൊരു ശാപമായോ എന്നുള്ളൊരു രീതിയിലാണ്. കാര്യം ചില സമയത്ത് നമുക്ക് വിഷമാവും അങ്ങനെ പറയുമ്പോഴേ. അപ്പോൾ എന്നാലും ഞാൻ എക്സ്പ്രസ് ചെയ്യാൻ പോകാറില്ല. ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ വെച്ചേക്കും അത്. ഓക്കെ, ശരി, ഫൈൻ. അതിനകത്ത് ഇങ്ങനെ പെർഫോമൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലുള്ള ഒരു സാധനം കണ്ടുപിടിക്കല്ലോ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ റിഗ്രറ്റ് അടിച്ചിട്ടുണ്ട് എപ്പോഴും, അയ്യേ വേണ്ടായിരുന്നു എന്നുള്ളൊരു സാധനം ചിലപ്പോൾ റിവീലൊക്കെ ചെയ്യാറുണ്ട്. ഗൂഗിൾ ഹിസ്റ്ററി അതൊരു ഒരാളുടെ അങ്ങനെ ചുമ്മാ വെറുതെ ഫണ്ണായിട്ട് ചെയ്തു. അപ്പോൾ പുള്ളിക്കാരൻ എങ്ങനെ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ചേട്ടാ നിങ്ങൾ ലാസ്റ്റ് തോട്ട് ഒന്ന് വിചാരിക്കാൻ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ ആലോചിച്ച് വന്നിട്ട് ഞാൻ പറഞ്ഞു ഒരു ലാസ്റ്റ് ഒരു 5 തോട്ട്സ് ഒന്ന് ആലോചിക്കാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നൊരു ക്രൈസി ആയിട്ടുള്ള ഒരു മെമ്മറി ആൾ ആലോചിച്ചപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ആളുടെ ചെവിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ആളിങ്ങനെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. റിഗ്രറ്റ് അല്ല, ഞാനത് അങ്ങനെ ആരെ ഹാം ചെയ്യുന്ന രീതിയിലൊന്നും നമുക്ക് ചെയ്യാൻ താല്പര്യമില്ല. മനസ്സിലിങ്ങനെ ആലോചിക്കുമ്പോൾ പോലും അത് വേണ്ടായിരുന്നു, ചോദിക്കണ്ടായിരുന്നു ഒന്നും തോന്നിയിട്ടില്ല. ഞാൻ അത് റിവീൽ ചെയ്യുന്നത് എന്തായാലും ആൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ റിവീൽ ചെയ്യുള്ളൂ. അതെ. ഇപ്പം അതർ ദാൻ മെന്റലിസം വേറെ എന്തൊക്കെയാണ് ഹോബി?
വേറെ എനിക്ക് സിനിമ കാണാൻ ഇഷ്ടമാണ്. സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതെനിക്ക് മനസ്സിലായി. കുറെ ഡയലോഗ് വന്നിരുന്നപ്പോ പൊതുവെ സിനിമയിലെ ഡയലോഗ് മാത്രമേ എനിക്ക് പണ്ട് മുതലേ എനിക്ക് അഡിക്റ്റാ ഞാൻ. എന്താ എനിക്ക് സിനിമയിലെ ഡയലോഗ് ഒന്നും അറിയില്ല, കാരണം സിനിമ കാണുന്നത് വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നത് നീ പറയുമ്പോ സിനിമയിൽ വരുമ്പോ. ശരി പണ്ട് മുതലേ ഭയങ്കര അഡിക്ഷനാണ് ഞാൻ. ഈ കുഞ്ഞുനാളിൽ അത് നമ്മളൊരു പണ്ട് ഈ മൊബൈലൊക്കെ നമ്മളതിൽ അങ്ങനെ കുട്ടിക്കാലത്ത് അങ്ങനെ മൊബൈലൊന്നും ഇല്ലല്ലോ. അപ്പം ഫുള്ള് ടിവിയുടെ മുമ്പിലല്ലേ CID മൂവ്സും പട്ടണത്തിൽ ഭൂതവും മറ്റേ കിലുക്കവും തിളക്കവും താളവട്ടവും ഇതൊക്കെ കണ്ട് 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 ഇത് ഡയലോഗുകളൊക്കെ ഇങ്ങനെ മനസ്സിൽ പതിഞ്ഞു. അപ്പൊ ഇതിപ്പോ ഈ ഫ്രണ്ട്സിന്റെ ഇടയിൽ പണ്ട് തൊട്ടേ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന തൊട്ടേ ഉണ്ട്. എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും സിനിമ ഡയലോഗുകൾ കയറി വരും. യൂസ്ഡ് ആയി പോയി. സിനിമ ബുക്സ് ഒക്കെ വായിക്കാറുണ്ടോ? റീഡിംഗ് ഹോബി ബുക്സ് നമ്മുടെ സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ വായിക്കാറുണ്ട്. സൈക്കോളജി റിലേറ്റഡ് അല്ലേ? അതെ അതെ. സൈക്കോളജി ഞാനിപ്പോ കോഴ്സ് ചെയ്യുന്നുണ്ട്. കാര്യം കൺസൾട്ടേഷൻ സൈക്കോളജിസ്റ്റ് അല്ലാത്ത പക്ഷം കൺസൾട്ടേഷൻ ഒന്നും ചെയ്യാൻ പാടില്ല. അതൊരു ലീഗലി അങ്ങനെ സിവിയർ ആയിട്ടുള്ള കേസസ് എടുക്കാൻ പാടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ എന്താ നമുക്കൊരു PG സൈക്കോളജി ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനിപ്പോ സൈക്കോളജി PG ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ അനന്തു ഈ സൈക്കോളജിയുടെ പുസ്തകത്തിലൊന്നും പഠിച്ചിട്ടില്ലാത്ത മനുഷ്യന്മാരെ പറ്റി അറിഞ്ഞ എന്തെങ്കിലും കാര്യമുണ്ട്? സ്വന്തമായിട്ട് കണ്ടുപിടിച്ച നല്ല ചോദ്യം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനത് തിരിച്ചു ചോദിച്ചാൽ എന്ത് പറയും? സൗമ്യയാണെങ്കിൽ എന്ത് പറയും? ഈ ചോദ്യത്തിന് എന്ത് ഉത്തരം പറയും? അത് നമ്മൾ പേഴ്സണലി ഓരോ ആൾക്കാരെ കാണുമ്പോൾ എല്ലാ ആൾക്കാരും ലെസൺസ് തരുമല്ലോ. ഒന്നെങ്കിൽ അവരെ പോലെ ആവണം, അല്ലെങ്കിൽ അവരെ പോലെ ആകരുത് എന്നൊരു സാധനം. അങ്ങനെ ആക്ച്വലി എന്താന്ന് വെച്ചാല് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വെക്കുക അക്കാഡമിക് നോളജിന് വേണ്ടിയിട്ട് നമ്മൾ അത്രയും ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ ടെക്സ്റ്റ് ബുക്ക് നോളജിന് അതീതമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ടെക്സ്റ്റ് ബുക്ക് കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എഴുതിയ കാര്യങ്ങളാണ്. അതിപ്പം സൈക്കോളജി എന്നല്ല ഏത് ടെക്സ്റ്റ് ആയാലും അതിൽ ഒരു ഒരു കടൽ പോലെ കിടക്കുന്ന വാസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിന്റെ വളരെ 0.1% എന്നൊക്കെ അങ്ങനെ ഒരു ചെറിയൊരു ശതമാനം അതിൻ്റെ അകത്തുള്ളൂ. ബാക്കിയൊക്കെ നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ സ്വയം റിയലൈസേഷൻസും അല്ലേ. അങ്ങനെ യൂണീക്ക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു തോട്ട്സും ഒരുപാടുണ്ട്. അത് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കോൺട്രവേഴ്സി അല്ല വേറെ അതൊക്കെ വന്നിട്ടുണ്ടാവും, ഏതെങ്കിലുമൊക്കെ പുസ്തകങ്ങളിലൊക്കെ വന്നിട്ടുണ്ടാവും. അത് എന്താണെന്നറിയോ, ഓരോ ദിവസവും പല പല അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു അനുഭവത്തിൽ നിന്ന് നമ്മളൊരു പാഠം പഠിക്കും. ആ പാഠം നമ്മൾ ഒരിടത്തും വായിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, അല്ലെങ്കിൽ നമുക്ക് സെൽഫായിട്ട് ഉണ്ടാവുന്നതല്ലേ. അപ്പൊ അത് എല്ലാവരുടെ ലൈഫിലും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു, ഓരോ നിമിഷത്തിലും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പൊ ഒരു ഹിസ്റ്റോറിക്കൽ ഫിഗറിനെ അനന്തുവിനെ ഒരു ഇന്റർവ്യൂ ചെയ്യാൻ അല്ലെങ്കിൽ മെന്റലിസം ചെയ്യാൻ, ഇന്റർവ്യൂ അല്ല മെന്റലിസം ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ ആരെ ചൂസ് ചെയ്യും? ഏത് പെർഫോമൻസ്? ഹിസ്റ്റോറിക്കൽ ഫിഗർ മരിച്ച ഒരാളിനെ പറഞ്ഞാൽ മതിയോ അങ്ങനെ ഇന്റർവ്യൂ ചെയ്യാൻ? ഗിരീഷ് പുത്തഞ്ചേരി സാർ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. എന്ത് ഇഷ്ടമെന്നറിയോ എനിക്ക് ആളുടെ പാട്ടുകളൊക്കെ കേട്ടിട്ട് ഞാൻ ഭയങ്കര അഡിക്റ്റഡ് ആളുടെ പാട്ടുകളോട്. നമ്മുടെ ഷോയിലൊക്കെ ആളുടെ പാട്ടുകളൊക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ മെന്റലിസം ഷോ മിക്സ് ചെയ്ത് ചെയ്യുന്നുണ്ട്. അതായത് കുറച്ച് സീൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഭയങ്കര ഇഷ്ടം. ആളിനെ കിട്ടിക്കഴിഞ്ഞാല് ആളുടെ മനസ്സിൽ വരാനിരിക്കുന്ന അത്ര ലൈക് പേന കൊണ്ട് മറ്റേ ഇതിഹാസം സൃഷ്ടിച്ച ആളാണ്. മറ്റേ ഭയങ്കര ഒരു മാജിക്കൽ റൈറ്റിംഗ് ആണ് ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ. അപ്പോ അദ്ദേഹത്തെ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ വരുന്ന ഒരു ലിറിക്ക് അദ്ദേഹത്തിന്റെ മനസ്സിൽ പറഞ്ഞിട്ട് അത് ഞാൻ റിവീൽ ചെയ്യാനുള്ള ഒരു ചെറിയ ശ്രമം അങ്ങനെ ശ്രമിക്കും. അതെനിക്ക് ഇപ്പൊ മനസ്സിൽ വന്നൊരു കാര്യം പറഞ്ഞു. പിന്നെ അതിനകത്ത് ഈ മെന്റലിസത്തെ പറ്റി ആളുകൾക്ക് പൊതുവെ നല്ലൊരു ധാരണയുണ്ട് എന്ന് തോന്നാറുണ്ടോ? അല്ലെങ്കിൽ നല്ല ധാരണയാണോ ചീത്ത ധാരണ? അതെന്താണെങ്കിലും എന്താണ് ആളുകളുടെ ധാരണ? ആദ്യമൊക്കെ ഈ സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ആണെന്നോ അല്ലെങ്കിൽ സിക്സ്ത് സെൻസ് എബിലിറ്റി ആണെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. അതൊക്കെ പതിയെ നമ്മൾ തന്നെ ഇന്റർവ്യൂവിൽ വന്നിട്ട് ഇത് പറഞ്ഞ പോലെ ആദ്യം തൊട്ടേ ഇതിങ്ങനെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴും ആൾക്കാർ പലരും മനസ്സ് വായിക്കാനുള്ള കഴിവാണെന്നുള്ള രീതിയിലൊക്കെ പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അനന്തുവിന് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു കാര്യം പെർഫോം ചെയ്തിട്ട് ആളുകളുടെ മുഖത്ത് കിട്ടുന്ന ഒരു റിയാക്ഷൻ, അത് എന്താണെങ്കിലും അതല്ലേ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ആ റിയാക്ഷൻ കാണുമ്പോഴാണ് അനന്തുവിന്റെ മുഖത്ത് സന്തോഷം. എനിക്കല്ലാതെ അത് ശരിയായെന്ന് കേൾക്കുമ്പോഴല്ല ഇവര് ഹാപ്പി ആയി മതി. അത് പക്ഷെ അനന്തുവിന്റെ മുഖത്തെ ആ റിയാക്ഷൻ കാണുമ്പോഴാണ് നമുക്കും ഓഡിയൻസിന് സന്തോഷം. അത് വേറെ. ഇപ്പൊ മെന്റലിസം എന്ന് പറയുന്നത് സ്കില്ലാണല്ലോ, ഒരു കഴിവാണല്ലോ അല്ലേ, ഒരു ആർട്ടാണ്. അതിലൊരു ഉറപ്പായിട്ടും സ്കില്ലുണ്ട്. അതിങ്ങനെ ഈ പറഞ്ഞ പോലെ വെറുതെ കുറച്ച് കാര്യങ്ങൾ 1-2 ദിവസത്തെ ഇതുകൊണ്ട് പഠിക്കാൻ പറ്റുന്നതല്ല. അതിൽ കുറെ കാര്യങ്ങൾ അതിന്റെ ഇൻഡെപ്ത് പോകുമ്പോഴത്തേക്ക് അതിൽ കുറെ സബ്ജക്ട്സ് വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ അനന്തു എപ്പോഴാണ് ഒരു പോയിന്റിൽ മനസ്സിലാക്കിയത് അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്ത് അങ്ങനെ ഒരു സ്കില്ലുണ്ട് അല്ലെങ്കിൽ അനന്തുവിനെ പറ്റി അനന്തുവിന് ചെയ്യാൻ കഴിയുമോ? ഞാനത് കേൾക്കുന്ന സമയത്ത് മെന്റലിസം ആർട്ടൊന്നും അങ്ങനെ ഇവിടെ നിന്ന് കോമൺ ഒന്നും അല്ല. അപ്പം അത് ഞാൻ ഈ പണ്ട് മണിച്ചിത്രത്താഴ് സിനിമയൊക്കെ കണ്ടിട്ടേ ലാലേട്ടന്റെ സണ്ണി മാനറിസംസ് ഒക്കെ കണ്ടിട്ട് അതൊക്കെ അഡോപ്റ്റ് ചെയ്ത് വന്നതാണ്. ഈ സൈക്കോളജിയും മെന്റലിസം തമ്മിലുള്ള ഒരു കണക്ഷൻ എന്താ? സൈക്കോളജി ഈസ് an academic subject. അതിൻ്റെ അകത്ത് പക്ഷേ മനഃശാസ്ത്രം എല്ലാത്തിലും ഉണ്ട്. സൗമ്യയുടെ ഇന്റർവ്യൂവിൽ ഒരു മനഃശാസ്ത്രം ഇല്ല. സൗമ്യക്ക് ഏത് രീതിയിൽ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ചെയ്താൽ ഏത് രീതിയിൽ എന്നെ കൊണ്ട് ഉത്തരം പറയിക്കാന്നുള്ള ഒരു മനഃശാസ്ത്രം ഇല്ല. അതുപോലെ എല്ലാത്തിലും ഒരു സൈക്കോളജി ഉണ്ട്. മെന്റലിസം ഒരു ആർട്ട് ഫോം ആയിട്ട് കണ്ടാൽ മതി. അതിനപ്പുറത്തേക്ക് അതിനെ വേറെ രീതിയിലൊന്നും നമുക്ക് അങ്ങനെയൊന്നും വ്യാഖ്യാനിക്കണ്ട. എന്റർടൈൻമെന്റ് ആർട്ട് ഫോം ആണ്. ഓക്കെ. ഇപ്പൊ മെന്റലിസം അല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്ത് കരിയർ ചൂസ് ചെയ്യാമായിരുന്നു അനന്തു? വേറെ ഞാൻ
പ്രസംഗിക്കാനൊക്കെ പണ്ട് ഈ കോമ്പറ്റീഷനൊക്കെ സംസാരിക്കാനൊക്കെ ഇഷ്ടമാണ്. അപ്പം ഇതുപോലെ സൗമ്യ അസംബ്ലിയിലൊക്കെ സ്പീച്ച് പറയുന്നത് ഞാൻ പറയായിരുന്നു. സ്കൂളിലല്ലേ? സ്കൂളിലൊക്കെ പറയും പ്രബന്ധം. അതെ അതെ അതെ, പ്രസംഗം എനിക്ക് മെയിൻ പ്രസംഗമാണ്. അതെന്താ മറ്റേ ഓൺ ദ സ്പോട്ട് അല്ലേ ടോപ്പിക്ക് കിട്ടുന്നത്? 7 മിനിറ്റ്സ് മുമ്പ് തരും, അപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് പറയാം. ഏത് ടോപ്പിക്കാ കിട്ടിയിട്ടുള്ളത്? നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം. നല്ല രസമുണ്ടോ? ഇപ്പൊ പറയല്ലോ എന്റെ അടുത്ത് കാര്യം ടോപ്പിക് എന്താണോ ഞാൻ ഓർക്കുന്നത്. ഏതാ സ്റ്റേറ്റ് സിലബസ് ആയിരുന്നു CBSE ആയിരുന്നു? സ്റ്റേറ്റ് സിലബസ് ആയിരുന്നു. അപ്പം അറിയാലോ നമുക്ക് മറ്റേ കലോത്സവത്തിനൊക്കെ നമുക്ക് അതിന്റെ സബ്ജക്ട് കിട്ടുമ്പോൾ ഞാൻ ഒറ്റ തവണ പ്രസംഗം കയറിയിട്ടുള്ളായിരുന്നു. അത് പക്ഷെ അന്ന് 2 പേരെ ഉള്ളായിരുന്നു. ഫസ്റ്റ് എനിക്ക്, സെക്കൻഡ് സബ്ജക്ട് ഞാൻ ശരിക്കും ഓർക്കണില്ല. എന്തായിരുന്നു കരിയർ എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്ത് എന്തൊരു കാര്യമായിരുന്നു ഓർക്കുന്നില്ല. ഇനിയിപ്പോ വാട്ട് ഈസ് ഹാർഡർ എന്നാണേ, അതായത് 1000 ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെ മെന്റലിസം പെർഫോം ചെയ്യുന്നതോ അതോ നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുന്നതാണോ മെന്റലിസം എന്താണെന്ന് ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കിക്കൽ? അതെന്താണെന്നറിയോ, ഞാൻ ഇപ്പൊ ഈ ഷോയ്ക്കൊക്കെ പുറത്തൊക്കെ പോകുമല്ലോ, ഇപ്പോഴും വീട്ടിലെ ഡിസ്കഷൻ എന്താണെന്നറിയോ, ജോലിയൊന്നും ആയിട്ടില്ല. ഇതൊരു ജോലിയാണെന്ന് ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും ദൈവമേ. അതല്ല കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആരാണ് ഇപ്പൊ ഫാമിലിയില്? ഫാമിലി എല്ലാവരും സപ്പോർട്ടാണ്, നല്ല സപ്പോർട്ടാണ്, അമ്മയൊക്കെ നല്ല സപ്പോർട്ടാണ്. ഇപ്പം ഞാൻ ഇതൊരു സ്പോർട്സ്മാൻ ഇന്റർവ്യൂ കണ്ടായിരുന്നു. ആള് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഭയങ്കര പെർഫോമൻസ് ഒക്കെയാണ്, പക്ഷെ പറയുന്നത് സ്ഥിരമായിട്ട് ജോലി ഇല്ലെന്നാണ് പറയുന്നത്. അതേപോലെ ഉണ്ടല്ലേ, ഓൾ ഇന്ത്യ ഫേമസ് ആണ്. ഗവൺമെന്റ് ജോലിക്ക് അല്ല എല്ലാം നല്ല. അതെന്താണെന്നറിയോ, അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അപ്പോൾ എനിക്ക് ഒരു 10 to 5 ജോബിനോട് എനിക്കൊരു താല്പര്യം ഇല്ലായിരുന്നു പണ്ട് മുതൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാം അല്ലേ, നമ്മളെ ഭരിക്കാൻ വേറെ അങ്ങനെ നമ്മൾ തന്നെ ഇതിപ്പോ അടിമപ്പണി നമ്മൾ തന്നെ എടുക്കും, നമ്മൾ തന്നെ നീ അതെടുത്ത് ചെയ്ത് ഓക്കെ ശരി കേട്ടോ. വാട്ട് ഈസ് ഹാർഡർ, റീഡിംഗ് മൈൻഡ് ഓർ അമ്മ 10 തവണ വിളിച്ചിട്ടും എടുക്കാതെ നീ പിന്നെ തിരിച്ചു വിളിക്കുമ്പോൾ അമ്മേന്റെ റെസ്പോൺസ് എന്താണെന്ന് അറിയാനുള്ള ഒരു അറിയാത്ത വരുമ്പോൾ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അപ്പൊ അമ്മേന്റെ മൂഡ് എന്തായിരിക്കും എന്നുള്ള സാധനം ഏതാണ് മനസ്സിലാക്കാൻ പാടില്ല. എടുക്കാതിരിക്കുന്നെങ്കിൽ അമ്മയ്ക്ക് അറിയാം. ഇപ്പം ഞാൻ തിരക്കിലായിരിക്കും അമ്മയ്ക്ക് അറിയാം. ഞാൻ തിരക്ക് കഴിഞ്ഞാൽ ആദ്യം അമ്മയെ തന്നെ വിളിക്കുമെന്ന് അറിയാം. അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ അമ്മ ഒരു 3 വട്ടമൊക്കെ വിളിക്കുള്ളൂ. പിന്നെ ഒരു 4-5 മണിക്കൂർ അടുപ്പിച്ച് വിളിച്ചിട്ട് കിട്ടാതിരുന്നാൽ ചിലപ്പം എന്റെ കൂടെ ഉള്ള ആരെങ്കിലും ഒക്കെ വിളിക്കും. അത്രേ ഉള്ളൂ. ഒരു റാപ്പിഡ് ഫയർ ആയാലോ? ഓൺ ദി സ്പോട്ടിൽ പറയണം. 1-2 വാക്ക് മാത്രം പറഞ്ഞാൽ മതി. മെന്റലിസം, ടോക്സിസിറ്റി. എന്തില് ടോക്സിസിറ്റി? എന്തോ ആയിക്കോട്ടെ. ടോക്സിസിറ്റി എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നത് ടോക്സിസിറ്റി എന്ന് കേട്ട് കഴിഞ്ഞാൽ മറ്റേ മണ്ണെണ്ണ വാരി തീയിടുന്നത് പരിപാടി, അതൊക്കെ എന്റെ മനസ്സിൽ ടോക്സിസിറ്റി. മണ്ണെണ്ണ ഒഴിച്ച് മറ്റേ തീയിടുക, മറ്റേ അച്ഛനമ്മ വെട്ടിക്കൊല്ലുക, കൊലപാതകം, അതൊക്കെ അല്ലേ. അത് എന്തോ ആയിക്കോട്ടെ. റിലേഷൻഷിപ്പിലും ടോക്സിസിറ്റി ഉണ്ട്, ആളുകൾക്കിടയിൽ ഉണ്ടാകാം. പെട്ടെന്ന് ഡിപ്പെൻസ് അത് എന്ത് തരമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നത് എന്താണ്? മണ്ണെണ്ണ. അത് തന്നെ മണ്ണെണ്ണ. ഓക്കെ, മണ്ണെണ്ണ നിരോധിക്കുക. മണ്ണെണ്ണ ടോക്സിക് ആണ്. ഓക്കെ, റിലേഷൻഷിപ്പ്. എന്ത് റിലേഷൻഷിപ്പ്? എടാ എന്തോ ആയിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പോ റിലേഷൻഷിപ്പ് എന്താണ്? അടിപൊളിയാണ്. ഓക്കെ, എ ഹാബിറ്റ് യു സീക്രട്ട്ലി പ്രൗഡ് ഓഫ്. The art of procrastination. മാറ്റി വെക്കല്. ഓക്കെ, ശരിക്കും മാറ്റി വെക്കലുണ്ടോ? മടി എന്ന ഉദ്ദേശിച്ച പച്ച മലയാളത്തിൽ ഞാൻ നല്ല മടിയാണ്. എനിക്കൊരു കംഫർട്ട് സോണിലോട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് ഇടയ്ക്കുള്ള എന്റെ ഗ്യാപ്പൊക്കെ നോക്കിയാൽ അറിയാം ഞാൻ മടുക്കും. എനിക്കൊന്നും ഇതൊന്നും ചെയ്യാം. അതുകൊണ്ടാണ് ഈ യൂട്യൂബ് വീഡിയോ ഇടാത്തത്. 9 months വീഡിയോ ഇടാത്തത്. ഞാൻ യൂട്യൂബർ ഒന്നും അല്ല. ഞാൻ മെന്റലിസ്റ്റ് ആയിട്ട് വന്ന ആളാണ്. അപ്പൊ യൂട്യൂബ് ഒക്കെ തുടങ്ങി നമ്മുടെ ഷോസ് അല്ല നേരത്തെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടോണ്ടിരുന്നതാണ്. അതാണ് ഇപ്പം അനന്ത് ഫാൻസ് ഭയങ്കര നിരാശരാണ് യൂട്യൂബ് വീഡിയോസ് ഇല്ലാന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഭയങ്കര മടിയാണ്. ഞാൻ തന്നെ മടിയെ കുറിച്ച് മടി മാറ്റാന്ന് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഭയങ്കര മടിയാണ്, സീരിയസ് ആയിട്ട്. മടി മാറ്റാനുള്ള വഴികൾ ഞാൻ കണ്ടിരുന്നത്. ആ വീഡിയോ കമന്റിൽ ഇങ്ങനെ 10 പേര് എഴുതിയിട്ടുണ്ട്, ഈ വീഡിയോ കണ്ടു തീർക്കാനുള്ള മടി ഉണ്ടല്ലോ. അപ്പൊ ഞാനിങ്ങനെ മനസ്സിലായി ഞാൻ തന്നെ കണ്ടിട്ടില്ല ഇവിടെ. പിന്നെ പെർഫോമിംഗ് ഇൻ ഇന്ത്യ ഓർ അബ്രോഡ് ഏതായിരിക്കും കുറച്ചുകൂടെ ത്രില്ല്? നാട്ടിൽ തന്നെ കേരളത്തിൽ ചെയ്യുന്നത്. കേരളത്തിലെ കോളേജുകളിൽ ചെയ്യുന്നത് ഭയങ്കര ത്രില്ല, ഭയങ്കര രസമാണ്. പിന്നെ പുറത്ത് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ തന്നെ കാട്ടി എക്സ്പ്രസീവ് റിയാക്ഷൻസ് ഒക്കെ കിട്ടും. അവർ നമ്മളെ കുറച്ചുകൂടെ ഒരു രീതിയിൽ എക്സ്പ്രസീവ് ആയിട്ട്. പക്ഷേ എനിക്ക് നാട്ടിലും ഇഷ്ടം. പക്ഷേ പുറത്തും ചെയ്യാറുണ്ട്. പുറത്താണ് ഇപ്പോൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. നാട്ടിലും ഇപ്പോൾ കുറയും. ഇനിയിപ്പോൾ കുറച്ച് നാൾക്കുള്ളിൽ നാട്ടിലുള്ള ഷോസ് കുറച്ചിട്ട് പുറത്തോട്ട് പോകും. അനന്തു ഓവർ യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ഏതാണ്? ഓവർ യൂസ് അയ്യോ. ഇത് അയ്യോ എന്റെ അടുത്ത് ആരെങ്കിലും വന്ന് പ്രശ്നം പറയുമ്പോഴത്തേക്ക് ചേട്ടാ അതാണ് ഞാൻ അയ്യോ ഇതിങ്ങനെ പറയും. അതിങ്ങനെ അറിയാതെ ഞാൻ പോലും അറിയാതെ വരും. അയ്യോ എന്ന് പറയും. പേടിപ്പിക്കുന്ന വേർഡോ? എന്തെങ്കിലും പേടിപ്പിക്കുന്ന ഒരു കാര്യം. അലാറം, രാവിലെ അടിക്കുന്ന അലാറം.
അത് പേടിയാണ് വരുന്നത്. പിന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് മനയിൽ കിടന്ന് ഉറങ്ങും. മറ്റേ ഉറക്കത്തിന്റെ മറ്റേ ഇൻ ബിറ്റ്വീനുള്ള സ്റ്റേജിൽ എത്തുമ്പോഴായിരിക്കും ഇത് കിടന്ന് അടിക്കുന്നത്. പേടിച്ച് ഞെട്ടി പെട്ടെന്ന് അടിക്കുമ്പോ പേടിക്കത്തില്ലേ? ഞാൻ ചിലപ്പോ കേൾക്കാറില്ല. ഞാൻ ചിലപ്പോ പേടിച്ച് ഞെട്ടി ഉണരും. ഹാർഡസ്റ്റ് ടു റീഡ്, ആരുടെ മനസ്സാണ് കൂടുതൽ ഹാർഡായിട്ട് വായിക്കാൻ തോന്നിയിട്ടുള്ളത്? വീട്ടിലെ പൂച്ചയുടെ. ആനിമൽസിനെ ഇത് ചെയ്യും, മെന്റലിസം ചെയ്യുന്നേ? അങ്ങനെയൊന്നുമില്ല, ഡിപ്പെൻസ്. ഇപ്പൊ മനസ്സിലിരുന്ന് പൂച്ചയുടെ എന്റെ കണ്ണിലേക്ക് നോക്കൂ. അപ്പൊ പറയാ ആരുടെയാണ്? അല്ല, അത് ഞാൻ സ്ത്രീകള്, ഗേൾസ്, ബോയ്സ് അങ്ങനെ എന്തെങ്കിലും വേർതിരിവൊക്കെ ഉണ്ട്? ഞാൻ പറയട്ടെ, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ വേർതിരിവ് ചില സമയത്ത് ചില സിനാറിയോയിൽ ചിലപ്പോൾ വരും. എന്ന് വെച്ചാൽ ചില കേസസിൽ കൾച്ചറൽ ഡിഫറൻസ് ഒക്കെ വരുന്ന സമയത്ത് വരും. അല്ലാതെ ഞാൻ പറയട്ടെ, ടെക്സ്റ്റിൽ വന്നിട്ട് ഓക്കെ 2K ഇങ്ങനെ പറയുന്ന ആൾക്കാരെ വായിക്കും. എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. ഞാനിങ്ങനെ ആൾക്കാരൊക്കെ പറയാം, അങ്ങനെ പറയരുത്, എനിക്ക് ഇഷ്ടമില്ല. ഒന്നിനും ഞാൻ കൊടുത്തിരിക്കുന്ന ഡെഫിനേഷൻ എന്നറിയാം, മിണ്ടാൻ മനസ്സില്ല ആണ്. ഞാൻ പിന്നെ പറയാം, അങ്ങനെ അയക്കരുത്. മിണ്ടാൻ മനസ്സില്ല, ഇന്റർവ്യൂ താല്പര്യമില്ല, നിർത്തണം. ഇന്റർവ്യൂ താല്പര്യമില്ല, കണ്ടിന്യൂ ചെയ്യാൻ. ഇന്റർവ്യൂ നല്ല രസമില്ലേ? അല്ല, ഇപ്പൊ മൂളയില്ലോ, അപ്പൊ ഞാനത് കാണിച്ചതാ, ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്തതാ. അങ്ങനെ. ഓക്കെ ഓക്കെ. റിഗ്രറ്റ് ഞാൻ നേരത്തെ പറഞ്ഞെന്ന് തോന്നുന്നു. നേരത്തെ എന്തോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ റിഗ്രറ്റ്. പെട്ടെന്ന് റിഗ്രറ്റ് ഒന്നും ഇല്ല, പെട്ടെന്ന് ഇപ്പൊ ഒന്നും പെട്ടെന്ന് മനസ്സിലായി. അല്ല, നമ്മൾ മുമ്പ് ചോദിച്ച പെർഫോമൻസിൽ എന്തെങ്കിലും റിഗ്രറ്റ് വന്നിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുള്ളത്, അതല്ലാതെ വേറെ ലൈഫില് വല്ലാത്തൊരു ഫ്രീ ഫയറോ എന്താ റാപ്പിഡ് ഫയർ ഫ്രീ ഫയർ ഗെയിം. റിഗ്രറ്റ് ഒരാളോട് ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. അതെനിക്ക് ഒരു ഭയങ്കര ഒരു വിഷമം. ആരൊന്നും പറയുന്നില്ല. ഒരാളോട് ദേഷ്യപ്പെട്ടിട്ടുള്ളോ? അല്ലല്ല, അങ്ങനെയല്ല. ഒരാളോട് അയാളെ ഞാൻ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അയാളുടെ സാഹചര്യം മനസ്സിലാക്കാതെ ഞാൻ അയാളോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ഞാൻ വലിയ ഇപ്പൊ മാപ്പ് പറയാണ്. അപ്പം എപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ സന്തോഷം, ഹാപ്പിനെസ് ഇപ്പൊ സൗമ്യയോട് ഇരുന്ന് ഇന്റർവ്യൂ ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ എന്റെ ഹാപ്പിനെസ്. സൗമ്യയുടെ ഉത്തരങ്ങൾ സൗമ്യ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണല്ലേ. അതെ. അപ്പൊ മൊമെന്റിൽ ഹാപ്പിനെസ് കണ്ടെത്തുക എന്നാണ് അർത്ഥം. ലീവ് ഇൻ ദ മൊമെന്റ്. ഹാപ്പി ആണെങ്കിലും സങ്കടം എന്തായാലും. അതാണ് എന്റെ പോളിസി. ഓക്കെ. ഹാർട്ട് ബ്രേക്ക്. ഇതൊക്കെ ക്യുസാണ്. ഹാർട്ട് ബ്രേക്ക് പെട്ടെന്നൊന്നും വരുന്നില്ല. അത് ഞാൻ പറയാം, ഇരിക്കട്ടെ പറയാം. പെട്ടെന്ന് മൊമെന്റിലൊന്നും വരുന്നില്ല ഹാർട്ട് ബ്രേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും. അങ്ങനെ ഹാർട്ട് ബ്രേക്ക് ഉണ്ടായത് എനിക്ക് ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്ന് ഒരു ചെറിയൊരു ഒരു ഫ്രണ്ട്സ് അവർ കാരണമല്ല, ഒരു തെറ്റിദ്ധാരണ കൊണ്ട് ഒരാളുടെ അടുത്ത് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അത് ലൈഫില് ആനന്ദിന്റെ ത്രൂ റാപ്പിഡ് ഫയർ കഴിഞ്ഞു കേട്ടോ. നന്നായി. വേറെ ഒന്നും ഓർക്കുന്നില്ല ഇപ്പൊ ചോദിക്കാൻ ഓർക്കുകയാണെങ്കിൽ ചോദിക്കാം. ഓക്കെ. ത്രൂ ഔട്ട് ദി ജേർണി. ഹാർട്ട് ബ്രേക്ക് ഞാൻ പറയട്ടെ, വന്ദനത്തിലെ ക്ലൈമാക്സ്, ലാലേട്ടൻ ആ ഫോൺ എടുക്കാൻ പറ്റാത്തത്, അതെനിക്കൊരു ഭയങ്കര ട്രോമയായിരുന്നു. എനിക്ക് ലാലേട്ട ഞാനിങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോഴത്തേക്ക് അതെന്റെ വലിയ ഹാർട്ട് ബ്രേക്കാ. ഓക്കെ, ഞാൻ കാര്യം പറയട്ടെ, ഞാൻ സീൻ കണ്ടിട്ടില്ല. ഇപ്പൊ ഹാർട്ട് ബ്രേക്ക് ആയില്ലേ? അപ്പൊ എന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടി. ഓക്കെ, ശരി. ലൈഫിലെ ഏറ്റവും വലിയ ഹാപ്പിയസ്റ്റ് മൊമെന്റ് ഏതായിരുന്നു ത്രൂ ഔട്ട് ദ ജേർണി ഓഫ് യുവേഴ്സ്? കരിയർ ആകാം, അല്ല എന്നാലും എടുത്തു പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പീക്ക് മൊമെന്റ്. ഒരാളെ സൂയിസൈഡ് ചെയ്യുന്ന, ഒരാളല്ല, കുറച്ച് ആദ്യമായിട്ട് ഒരാൾ സൂയിസൈഡ് ചെയ്യുന്ന അയാൾ തിരിച്ച് ലൈഫിലോട്ട് വന്നു എന്ന് പറഞ്ഞത് നമ്മുടെ വീഡിയോ കണ്ടിട്ടെ. അപ്പൊ അത് ആ ഒരു മൊമെന്റ് എനിക്ക് ഞാനിങ്ങനെ മറ്റേ ഭയങ്കര പീസ്ഫുള്ളായിട്ട് എൻ്റെ മനസ്സിൽ അതുവരെ ഉണ്ടായിരുന്ന സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം മാറി ഞാൻ ഭയങ്കരമായിട്ട് മതി മറന്ന് സന്തോഷിച്ചൊരു സമയമാണ്. അയാൾ എനിക്കൊരു വോയിസ് ഒക്കെ അയച്ചിരുന്നു. അയാൾ ഭയങ്കര ഹാപ്പിയാണ്. അതിനുശേഷം ലൈക്ക് അങ്ങനെ ഒരു somebody didn't give up because of you. അറിയില്ല അത്. അപ്പം അനന്തുവിന്റെ ഒരു എയിം എന്താണ്? ഫുൾ ടൈം ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യാനാണ് മെന്റലിസം തന്നെ? ഇപ്പം സാഹചര്യങ്ങൾ അനുസരിച്ചാണല്ലോ. നമുക്ക് ഇനിയിപ്പം നാളെ ഒരു ഫ്ലഡ് വന്ന്, നാളെ ഒരു സുനാമി വരൂ, എന്ത് ചെയ്യും? നാളെ ഒരു സുനാമി ഒക്കെ ശരിയാണ്. എന്നിരുന്നാലും നമുക്കൊരു ഫുൾ ടൈം നമ്മുടെ കരിയർ ഇങ്ങനെ എന്തെങ്കിലും സുനാമി എല്ലാം വരുമ്പോഴത്തേക്ക് അനന്ത് വന്ന് പ്രവചിച്ചത് കണ്ടാൽ നിങ്ങൾ തമ്പ കൊടുക്കാൻ കേട്ടത്. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും എന്താണ് ഞാൻ ചോദിച്ചോണ്ടിരുന്നത്? എന്താണ് മറന്നുപോയി? പറഞ്ഞു എന്താ ചോദിച്ചോണ്ടിരുന്നത്? മറന്നുപോയി.
എന്നിപ്പോ ചോദിച്ചത് അതന്നെ ഫ്യൂച്ചർ ടോപ്പിക്കിന് മാറിപ്പോയത്. അപ്പം കരിയർ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഫുൾ ടൈം ഇങ്ങനെ ഒരു മെന്റലിസ്റ്റ് ആവാം എന്നാണോ? ഡിപ്പെൻസ്. ഞാൻ ചിലപ്പോൾ എനിക്കിപ്പോൾ പെട്ടെന്ന് ഒരു സമയത്ത് തോന്നുകയാണ് ഇതെല്ലാം നിർത്താം, മെന്റലിസം ഒന്നും വേണ്ട. ഞാൻ ഇടയ്ക്ക് തീരുമാനിച്ചത് അത് ഇതെല്ലാം നിർത്താം, എനിക്ക് ചെയ്യാനുള്ളതെല്ലാം ഞാൻ ചെയ്തു, ഇനി ഞാൻ എന്തിനാ പുതിയ ആൾക്കാർ ചെയ്യട്ടെ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ നിർത്തും. പിന്നെ ഒരു മൊമെന്റിൽ എനിക്ക് തോന്നുകയാണ് ഇതിനെ ഒന്ന് റീബ്രാൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിനെ മറ്റൊരു ഡയമെൻഷനിൽ ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ചെയ്യും. അപ്പോഴെന്താണോ ആ സമയത്ത് നമ്മുടെ മനസ്സിൽ എന്ത് ശരിയെന്ന് തോന്നുന്നു അങ്ങനെ ചെയ്യാം. യാത്രകൾ ഇഷ്ടമാണോ? ഒരുപാട് ഇഷ്ടം. എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്റെ പ്രൊഫഷനും ഇഷ്ടവും ഒരുമിച്ച് ചെയ്യാം എന്നുള്ളതാണ്. ഒരുപാട് യാത്ര ചെയ്യാൻ പറ്റുമല്ലേ, വർക്ക് റിലേറ്റഡ്? ഒത്തിരി ഇഷ്ടമുള്ള സ്ഥലം ഏതാണ് ഇതുവരെ യാത്ര ചെയ്തത്? ആഫ്രിക്ക ഇഷ്ടമായിരുന്നു. ആഫ്രിക്കയിൽ ഭയങ്കര ആഫ്രിക്ക എന്ന് കേൾക്കുമ്പോൾ കെനിയ എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര പേടിയല്ലേ നമ്മുടെ മനസ്സിൽ. പക്ഷേ ഒരു സൈഡിൽ ഓക്കെ കുറച്ച് സ്ലം ഏരിയാസ് ഒക്കെ ഉണ്ട്, അവിടെയൊക്കെ കുറച്ച് ഇഷ്യൂസ് ആണ്. പക്ഷേ ഞാൻ പോയ സ്ഥലമൊക്കെ ഭയങ്കര അടിപൊളി സ്ഥലമായിരുന്നു. അവരവിടുത്തെ ഗൈഡൊക്കെ അല്ല, ആ ഒരു പട്ടാളക്കാരുടെ ഭയങ്കര നല്ല ആൾക്കാരാണ്. അപ്പൊ അവിടെ നമ്മുടെ സനലേട്ടനാണ് ഞങ്ങളുടെ ഇപ്പം ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഞാൻ പോകുന്ന ഇവന്റ്സിലൊക്കെ എനിക്കുള്ള ഒരു അസറ്റ് എന്താണെന്നറിയോ, നമ്മൾ ആ ഇവന്റിലെ മെയിൻ ലീഡ് ചെയ്യുന്ന ആൾക്കാർ നമ്മളൊക്കെ പിന്നെ ഒരു ഫാമിലി പോലെ ആവും. അപ്പൊ അങ്ങനെ ഞാൻ ഈ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഓൾമോസ്റ്റ് കുറെ ഇവന്റ്സിലൊക്കെ ഞാനൊരു ഫാമിലി പോലെയാണ്. അതുപോലെ എനിക്കൊരു എന്റെ ഫാമിലി ആയിട്ട് തോന്നിയിട്ടുള്ളവരാണ് സനലേട്ടൻ, ആഫ്രിക്കയിലെ കെനിയയിലുള്ള അദ്ദേഹം, ലൂസി ചേച്ചി അദ്ദേഹത്തിന്റെ വൈഫ് എബിമോൻ. അവരവിടെയാണ്. അവരിവിടെ നാട്ടിൽ വരുമ്പം ഞങ്ങളെ വിളിക്കും. ആലപ്പുഴയൊക്കെ ഞങ്ങള് കൂടാറുണ്ട്. അങ്ങനെ ആഫ്രിക്ക ഒന്നാമത്തെ ഒരു കൺട്രി ആണോ അതോ ഏതെങ്കിലും? ആഫ്രിക്കയല്ല, കെനിയാണ് കൺട്രി. ആഫ്രിക്കൻ കോണ്ടിനെന്റിലെ കെനിയ. സോറി. പിന്നെ വേറെ കേരളത്തിൽ ഏതാണ് ഇഷ്ടം? ഒരുപാട് കേരളത്തില് ഫസ്റ്റ് ട്രിവാൻഡ്രം എന്ന് വെച്ചാൽ എന്റെ ഹോം ടൗൺ ആയതുകൊണ്ട് ഇഷ്ടം. ട്രാവൽ ചെയ്യാൻ ഇഷ്ടം? ട്രിവാൻഡ്രത്ത് എല്ലാം ഉണ്ടല്ലോ. ട്രിവാൻഡ്രത്ത് നമ്മുടെ എല്ലാ പരിപാടിയും ട്രിവാൻഡ്രത്ത് കിട്ടുമല്ലോ. അതുകൊണ്ട് എന്റെ ഹോം ടൗൺ കൂടിയായതുകൊണ്ട് എനിക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. പിന്നെ എനിക്ക് ഇടുക്കി ഭയങ്കര ഇഷ്ടമാണ്. ഇടുക്കി സംതിങ്. എനിക്ക് എപ്പോൾ എൻ്റെ മൈൻഡ് ഔട്ട് ആയാലും പറ്റുകയാണെങ്കിൽ ഞാൻ ഇടുക്കിക്ക് വിടും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് പ്രാന്ത്. എനിക്ക് ഒരു സെക്കൻഡ് പേജ് ഉണ്ട്, മെന്റലിസ്റ്റ് പ്രൊഡക്ഷൻസ് ആണ്, അതിൽ ഞാൻ തോന്നുന്നു ഞാൻ എന്റെ ട്രാവൽ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ മറ്റേ ഭ്രാന്തമായ യാത്രകളും. എനിക്ക് റൈഡർ അല്ല, അങ്ങനെയൊന്നുമല്ല. താഴ്വാരങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ പോകാൻ, ആരും ഇല്ലാത്ത വിജനമായിട്ടുള്ള സ്ഥലങ്ങളിലൂടെ പോവുക. രാത്രി ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. രാത്രി പ്രേതങ്ങൾ ഉണ്ടെന്ന് പറയപ്പെടുന്ന വീടുകളിൽ ചെന്ന് താമസിക്കുക, ഇതൊക്കെയാണ് എന്റെ സൈക്കോ പ്രശ്നങ്ങൾ. എനിക്ക് ഇല്ല, കൊണ്ടുപോയ ആ ഒരു ത്രില്ലോ ഇല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെയുള്ള നിഗൂഢമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്ന് താമസിക്കാൻ ഭയങ്കര ഇഷ്ടം. എങ്ങനെ കണ്ടുപിടിക്കാം അങ്ങനത്തെ പ്ലേസ് ഒക്കെ? കുറെയൊക്കെ യൂട്യൂബിലുള്ളത് പണ്ട് പോകുമായിരുന്നു. പിന്നെ ഇപ്പം ഒരിടത്തും ഫേമസ് അല്ലാത്ത സ്ഥലങ്ങളിൽ ഞാൻ ചെന്ന് താമസിക്കാറുണ്ട്. കാര്യം ആൾക്കാരധികം പറഞ്ഞു കേട്ടിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ കുറച്ചുകൂടെ എനിക്കത് ഇഷ്ടമാണ് എക്സ്പ്ലോർ ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ. യൂണിക്കാണ് ഏതായാലും കേട്ടോ. അനുതോന്റെ ലൈഫിൽ ഈ ഗ്ലിംസസ് ഒക്കെ ഇങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു മുഖം ഏതായിരിക്കും? അച്ഛന്റെ റീസൺ ഒന്നുമില്ല, എന്നിരുന്നാലും പർട്ടിക്കുലർ ഒരു കാര്യം. അച്ഛനാണല്ലോ നമ്മളെ ഇൻസ്പിറേഷൻ. അപ്പം അച്ഛനാണ് എന്നെ മാജിക് ഓടിക്കാനൊക്കെ ആദ്യമായിട്ട് അച്ഛനും അമ്മയും. അപ്പോൾ അച്ഛൻ 10ാം ക്ലാസ്സിൽ വെച്ചാണ് മരിക്കുന്നത്. അപ്പം അച്ഛന്റെ മുഖം എപ്പോഴും വരും. എന്തെങ്കിലും ഒരു പുതിയ ഡിസിഷൻ ഒക്കെ എടുക്കുമ്പോൾ അച്ഛന്റെ മുഖം എപ്പോഴും വരും. നല്ല കാര്യം. ഔട്ട് ഓഫ് ഫാമിലി ആരായിരിക്കും? അതായത് ഇപ്പം നമ്മളൊരു മുങ്ങിത്തഴുന്ന ഒരവസ്ഥയിൽ പിടിച്ച് കയറി വാ എന്ന് പറഞ്ഞൊരു പുഷ് തരത്തിൽ അങ്ങനെ ഒരാള് ആരായിരിക്കും? ഞാനൊരു കാര്യം പറയട്ടെ, അത് ഒരുപാട് ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ എത്രയൊക്കെ പറഞ്ഞാലും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, ഒരാൾക്ക് പുറത്തു നിന്ന് നമ്മളോട് സപ്പോർട്ട് ചെയ്യാനേ പറ്റുള്ളൂ. അറ്റ് ദ എൻഡ് അൾട്ടിമേറ്റ് ഡിസിഷൻ മേക്കർ നമ്മളാണ്. കയറി വരണോ മുങ്ങി താഴണോ തീരുമാനം നമ്മുടെയാണ്. നമ്മൾ തീരുമാനിക്കുന്നിടത്താണ് നമ്മുടെ ജീവിതം തുടങ്ങുന്നതും ആരംഭിക്കുന്നതും. അതുകൊണ്ട് ഞാൻ പറയാം, അതുകൊണ്ട് എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു വലിയൊരു കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ വലിയൊരു മുങ്ങിത്താഴുന്നു അല്ലെങ്കിൽ ഞാൻ വലിയ പ്രശ്നത്തിലേക്ക് വലിയ ഡിപ്രഷൻ സ്റ്റേജിലോട്ടാണ് ഒക്കെ പോകുന്നതെന്ന് തോന്നുമ്പോൾ ഞാൻ എന്നോട് തന്നെ സംസാരിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ ഇംപ്രവൈസ് ചെയ്യാൻ ശ്രമിക്കുന്നതും എന്നെ തന്നെയാണ്. ബി ദ ബെറ്റർ വേർഷൻ ഓഫ് ലൈക്ക് നമ്മളെ തന്നെ നവീകരിക്കപ്പെട്ട ഒരാളാണെന്നുള്ള രീതിയിൽ. അനന്ത് ഇങ്ങനെ പെർഫോമൻസ് ഒക്കെ ചെയ്യില്ലേ? അപ്പൊ അങ്ങനെ ടിപ്പിക്കലായിട്ട് ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? എന്റെ ക്രഷിനെ കണ്ടുപിടിക്കുക, അങ്ങനത്തെ സാധനങ്ങള്. അത് ഈ കൂട്ടുകാരൊക്കെ വന്നിട്ടേ, കൂട്ടുകാരെന്ന് വെച്ചാൽ എന്റെ അല്ല, അവര് ഒരു പുറത്തോട്ടൊക്കെ പോകുമ്പോ ഒരു ഫ്രണ്ട് സർക്കിൾ മൊത്തത്തിൽ വന്നിട്ട് ബ്രോ ഇവന്റെ അല്ലേ ഇവന്റെ ലവർ കണ്ടുപിടിക്കുക അങ്ങനെയൊക്കെ വരുമല്ലേ? ഇവന്റെ മനസ്സിൽ ആരാണുള്ളതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ അനന്ത് എങ്ങനെ റിയാക്ട് ചെയ്യുന്നത്? അത് ഞാൻ ഈ പറഞ്ഞില്ല, എനിക്ക് അങ്ങനെ പബ്ലിക്കിലൊക്കെ അങ്ങനെ ഒരുപാടൊന്നും ചെയ്യാൻ നമുക്കൊരു ആദ്യമൊക്കെ തരംഗമായിട്ട് മാറിയൊരു സാധനം ക്രഷിനെ കണ്ടുപിടിക്കുക. എനിക്കത് ചെയ്യാൻ വലിയ താല്പര്യമൊന്നുമില്ല. പണ്ടൊക്കെ ചെയ്യുമായിരുന്നു, ചെയ്യും, ഡിപ്പെൻസ് സാഹചര്യം അനുസരിച്ച്.
ആണ്. അനന്തുവിൽ എല്ലാവരുടെയും ക്രഷിനെ കണ്ടുപിടിച്ചു കൊടുക്കാം. അപ്പം അനന്തുവിന് ക്രഷ് ഉണ്ടോ? ഒരുപാടുണ്ടായിരുന്നല്ലോ. ഒരുപാടുണ്ടായിരുന്നു. അപ്പോഴും ഉണ്ട്. ഇപ്പൊ നമുക്ക് ഓരോ ആൾക്കാരെ കാണുമ്പോഴത്തേ നല്ല കൊച്ചാണല്ലോ, നല്ല കുട്ടിയാണല്ലോ തോന്നും, സ്വാഭാവികം. എന്നിട്ട് അങ്ങോട്ട് വിടും, എന്നിട്ട് അടുത്ത ആളെ കാണും വീണ്ടും. അങ്ങനെയാണോ? അതൊന്നുമല്ല. അല്ല, ക്രഷ് സൗന്ദര്യം ആസ്വദിക്കുന്നത് തെറ്റാണോ സൗമി? എന്താ സൗമി നല്ല സുന്ദരിയല്ലേ? സൗമിയുടെ സൗന്ദര്യം ഞാൻ ആസ്വദിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താ തെറ്റ്? സൗമിക്കാണോ നല്ല ഭംഗിയുണ്ടല്ലോ സൗമിക്ക്. അതെ, ഞാൻ സൗമിയുടെ സൗന്ദര്യം ഉദ്ദേശിച്ചത് ഇപ്പം ജസ്റ്റ് ഇപ്പൊ എന്നെ കണ്ടു, ഇപ്പൊ പുറത്തോട്ട് ഇറങ്ങിയിട്ട് വേറെ ഒരാളെ കാണുമ്പോഴും അങ്ങനെ അതോ പെർമനന്റ് ആയിട്ട് ഒരാളെ ഇങ്ങനെ ഇതാക്കുന്ന ക്രഷ് അടിക്കുന്നതാണ്. എന്റെ മനസ്സിൽ ഇപ്പൊ കുറച്ച് തീരുമാനങ്ങളുണ്ട്, ഡിസിഷൻസ് ഉണ്ട്. അപ്പം അതില് ഉറച്ചു പോകാനുള്ള ഒരു മൈൻഡിലാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ച ഡിസ്റ്റർബ് ആയെന്ന്. അല്ല, ഞാൻ പ്രൊഫഷണലി പറഞ്ഞത് അല്ലല്ല, അതൊക്കെ സ്വാഭാവികം. അതൊക്കെ അത് മനുഷ്യർക്ക് എല്ലാവർക്കും ഉള്ളതല്ലേ. അതിപ്പം ഒരാള് തന്നെ ആവണമെന്നില്ലല്ലോ. നമുക്ക് പൂക്കളോട് ഇഷ്ടം തോന്നാറില്ലേ? ഡിപ്പെൻസ്. ഓരോരുത്തർക്കും ഓരോ ഭ്രാന്തുകളില്ലേ. ചോദിക്കാൻ പാടില്ലായിരുന്നു. ഒരു കുഴപ്പമില്ല, ചോദിച്ചു. ഓക്കെ. അപ്പോൾ അനന്തു ക്യാമ്പസുകളിലൊക്കെ പോയിട്ട് ഒരുപാട് ഇന്ററാക്ട് ചെയ്യാനും പെർഫോം ഒക്കെ ചെയ്യാനൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ക്യാമ്പസ് ലൈഫിൽ അനന്തുന് ഒത്തിരി മറക്കാനാവാത്ത, അതെ അല്ല, അനന്തു പെർഫോം ചെയ്യാൻ പോവുമല്ലോ ക്യാമ്പസുകളിൽ, അങ്ങനെ മറക്കാനാവാത്ത എന്തെങ്കിലും ഒരു ഈ ആളുകൾക്കുടെ ഇടയിൽ ഇൻവോൾവ് ആകുമ്പോഴത്തേനുള്ളൊരു അവരുടെ ഓറ ഭയങ്കര വേറെ വൈബാണ്. ക്യാമ്പസിലെ പിള്ളേരുടെ ഓറ അത് വേറെ അടുത്ത് അങ്ങനെ കിട്ടും. ഓക്കെ, ഡിപ്പെൻസ്. എന്നാലും ക്യാമ്പസിലെ പിള്ളേരുടെ അടുത്ത് ചെയ്യുമ്പോൾ ഉള്ള ഒരു നമുക്ക് ഒന്നാമതായിട്ടും ഏജ് വെച്ചിട്ട് ഞാൻ കടന്നു പോയിട്ടുള്ള ഒരു ഏജ് കാറ്റഗറിയിലുള്ള പിള്ളേരാണ്. അപ്പം എനിക്കത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, അവർക്ക് റിലേറ്റബിൾ ആയിരിക്കും. പിന്നെ അവരുടെ സാറുമാരെയും ടീച്ചർമാരെയൊക്കെ വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഫണ്ണി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. അത് ഒരു ഈ ഇടയ്ക്ക് ഒരു കോളേജിൽ ഒരു ഇവന്റ് ഷോക്ക് തൃശ്ശൂർ ഒരു കോളേജിൽ ചെയ്ത സമയത്ത് അവിടുത്തെ ഒരു സാറ്, അദ്ദേഹം ഭയങ്കര അടിപൊളി മനുഷ്യനാട്ടോ. എനിക്ക് കുട്ടികളെക്കാട്ടിലും എനിക്ക് ആ സാറിനോട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നിപ്പോയി. അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു പൊളി മനുഷ്യൻ. ആളെ ഞാൻ സ്റ്റേജിലോട്ട് കയറ്റിയിട്ട് ഞാൻ ഒരു പാട്ടിട്ട് കൊടുത്തിട്ട് ഞാൻ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന്റെ പഴയ ഒരു പ്രണയകാലത്തോട്ട് പോകാൻ പറഞ്ഞു. അപ്പൊ ആ മൊമെന്റിൽ പുള്ളി പോയിട്ട് റിവീൽ ചെയ്തു. ഞാൻ ആ പേരൊക്കെ റിവീൽ ചെയ്തു. പക്ഷെ പുള്ളി മൈക്ക് എടുത്തിട്ട് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പേര് റിവീൽ ചെയ്യുന്നതിനെക്കാട്ടിൽ അയാളെ അദ്ദേഹത്തെ ഷോക്ക് ചെയ്യിപ്പിച്ച ഒരു മൊമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു പാട്ടിട്ടില്ലേ, പാട്ട് പാടിയിട്ടാണ്. അല്ലെങ്കിൽ ആ പാട്ടും അവരുടെ റിലേഷൻ, അവരുടെ ലവ് ലൈഫും തമ്മിൽ ഭയങ്കര കണക്ഷൻ ഉണ്ട്. അപ്പൊ ഇത് കേട്ടിട്ട് ഞാൻ തന്നെ ഇങ്ങനെ കോയിൻസിഡന്റ് അങ്ങനെ സംഭവിച്ചൊരു കാര്യമാണ്. അപ്പം ഇത് കേട്ടിട്ട് എനിക്ക് ഭയങ്കര നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഷോസിൽ മാജിക്കുകൾ സംഭവിക്കാറുണ്ട്. ലൈക്ക് കുറെ കാര്യങ്ങൾ, അത്ഭുതങ്ങൾ നമ്മൾ പോലും അറിയാതെ സംഭവിക്കാറുണ്ട്. ഈ കുട്ടികളിലേക്ക് പ്രതികരണം എങ്ങനെയാണ്? ആളുകൾക്കിടയിൽ ഇറങ്ങി ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ട് ഞാൻ കുറെ റിയാക്ഷൻസ് ഒക്കെ കാണാറുണ്ട് കുട്ടികളിലേക്ക്. പ്രതികരണം എന്നൊക്കെ പറയുമ്പോഴേ അനന്തചേട്ടൻ ഫാൻസ് ഒരുപാടുണ്ട്. എല്ലാ കമന്റ്സിലും അനന്തചേട്ടൻ ഫാൻസ്. ഇല്ല അതെ, ഈ പ്രതികരണം എന്നൊക്കെ ചോദിക്കുമ്പോഴേ ഞാൻ എന്റെ ഫ്രണ്ട് സർക്കിളിന്റെ ഇടയിലാണ് ഇരുന്നെന്നുണ്ടെങ്കിൽ അവന്മാരിപ്പോ ഉടനെ കമന്റ് ചെയ്യും, മുട്ട, മറ്റേ ചെരുപ്പ്, ഇതൊക്കെ വാരി എറിയുന്നതായിട്ട് ഇമാജിൻ ചെയ്യട്ടെ, ചുമ്മാ കളിക്കും. അല്ല, പ്രതികരണം ഈ പറഞ്ഞാൽ എല്ലാവരും ഒരു ഷോ കാണുന്നതിനപ്പുറത്ത് എല്ലാവരും ആ ഒരു ഷോയുടെ ഒരു സോള് എല്ലാവരും എൻജോയ് ചെയ്യുന്നു എന്ന് അറിയുന്നത് ഭയങ്കര സന്തോഷമാണ്. സാധാരണ ഒരു ഷോ നമ്മൾ ഷോ ഒരാൾ പെർഫോമർ വന്നു ചെയ്തിട്ട് പോകുന്നു. അതിനപ്പുറത്തേക്ക് എനിക്ക് അവരുമായിട്ട് കുറച്ചുകൂടെ ഒരു കണക്ഷൻ ഫീൽ ചെയ്യും. അവർക്ക് എൻ്റെ അടുത്തും ഫീൽ ചെയ്യാറുണ്ടെന്ന് അറിയുന്നുണ്ട്. അത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. അനന്ത് പഠിച്ച സ്കൂളിൽ അനന്ത് പോയിട്ടുണ്ടോ? പിന്നെ പഠിച്ചതിന് ശേഷം അത് ഞാൻ പറയാൻ തരുന്നത് പഠിച്ചപ്പോഴല്ല, പഠിച്ചു കഴിഞ്ഞ് ഉണ്ടോ? അതിൽ നമ്മളെ പറ്റി തന്നെ നമ്മളൊരു പ്രൗഡ് മൊമെന്റിൽ എത്തിച്ചേർന്നിട്ട് ആശ ടീച്ചർ, ഹരിജ ടീച്ചർ, അയ്യോ ഞാൻ ഇപ്പൊ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വിട്ടുപോയ ഒരുപാട് പേരുണ്ട്. നമ്മുടെ ടീച്ചർമാര്, അരവിന്ദ ടീച്ചർ, ശ്രീജ ടീച്ചർ. ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു? അത് എനിക്ക് സങ്കല്പിക്കാൻ കഴിയുന്നില്ല, കാരണം ഞാൻ അങ്ങനെ പോയിട്ടില്ല. നമ്മള് കുസൃതിയൊക്കെ കാണിച്ച് ചെറിയ കള്ളത്തരമൊക്കെ കാണിച്ച് നടന്ന നമ്മുടെ ക്യാമ്പസ്, നമ്മുടെ സ്കൂള്, അവിടെ ചെന്നിട്ട് പിന്നീട് ഒരു വേളയിൽ ഈ പറഞ്ഞ പോലെ നമ്മളൊരു പിന്നീട് പോകുന്ന സമയത്ത് നമുക്ക് ആ ടീച്ചർമാരുടെ കണ്ണിൽ ഉണ്ടാവുന്ന ഒരു സന്തോഷവും കാര്യവും എനിക്ക് എത്ര സ്ഥലത്ത് ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ? ഞാൻ ആ വീഡിയോയിൽ തന്നെ ഞാൻ അത്ര ഇമോഷണൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ ടീച്ചർമാരുടെ ഒരു സ്നേഹം ഇപ്പോഴും ഞാൻ വാട്സപ്പിൽ മെസ്സേജ് കാണിച്ചു തരാം. മക്കളെ, എടാ മോനെ, എനിക്കറിയില്ല, അത് എന്നോട് മാത്രമല്ല എന്റെ ബാച്ചിലുണ്ടായിരുന്ന എല്ലാ പിള്ളേരുടെ അടുത്തും ഉണ്ട്. കാര്യം അന്ന് ഞങ്ങളുടെ ബാച്ചിൽ ഈ പറഞ്ഞ പോലെ ഉഴപ്പും പരിപാടി എല്ലാം ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾക്ക് ടീച്ചർമാരുടെ അടുത്ത് ഭയങ്കര ഒരു അഫെക്ഷൻ ഉണ്ടായിരുന്നു. ഞാനൊരു ഇവന്റിൽ പോയപ്പോഴത്തേക്കും സ്കൂളിൽ വെച്ച് തന്നെ ഞാൻ പറഞ്ഞു, ലാലേട്ടൻ പറഞ്ഞല്ലോ, എന്തോ ഇഷ്ടമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ടീച്ചർമാരോട്. അപ്പോൾ അത് മറക്കാൻ പറ്റാത്ത ഒരു ഭയങ്കര ഒരു കണക്ഷനാണ് ഞങ്ങൾക്ക് ടീച്ചേഴ്സ്.
ആര് ടീച്ചർമാരോ? അല്ല, അവരുടെ അനന്ത് പോയി പെർഫോം ചെയ്യാറുണ്ട്. അവരെന്നെ കണ്ട മോനെ പോലെ അവര് എല്ലാരും ടീച്ചർമാരെല്ലാരും പെർഫോമിന്റെ ഒരു സ്പേസ്, അത് പെർഫോം വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഡിസ്റ്റൻസ് വരില്ല. ഇത് അങ്ങനെയൊന്നും ഇല്ല. ഞാൻ ഒളിച്ചൊക്കെ ചെന്നിരിക്കും ഫിസിക്സ് ലാബിന്റെ അവിടെ ചെന്നിട്ട് റെക്കോർഡ് വെച്ചില്ലല്ലോ. ഇപ്പൊ കഴിഞ്ഞ വേണം ഞാനിങ്ങനെ പോയപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഗെറ്റ് ടുഗദറിന് പോയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഞാൻ റെക്കോർഡ് വെച്ചില്ല, ഞാൻ അങ്ങോട്ട് പോവാണ്. അവിടെ ചെന്നിട്ട് സർപ്രൈസ്. അതെ, ടീച്ചറെ റെക്കോർഡ് വെച്ചു. അതിലെ കുറച്ച് പേജസ് ഞാനിങ്ങനെ ഉഴപ്പി വിട്ടിട്ടുണ്ടായിരുന്നു. പാവ സീലടിച്ച് തന്നു. നമുക്കിനി സീക്രട്ട് ലെറ്ററിലേക്ക് തിരിച്ചു വന്നാലും എന്താണ് പറയൂ കൂടുതൽ വിശേഷങ്ങൾ അതിന്റെ? എക്സാക്ട്ലി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയൊരു ജേണി ആയിരുന്നു സീക്രട്ട് ലെറ്റർ എന്ന് പറയുന്നത്. മെന്റലിസ്റ്റ് എന്തു പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന ഒരു വലിയൊരു ടീമിന്റെ ഒരു ഗ്രോത്തും സീക്രട്ട് ലെറ്റർ എന്ന് പറയുന്ന ഷോയെ ചുറ്റിപ്പറ്റിയാണ്. എനിക്കൊരു ടീം മെന്റലിസ്റ്റ് എന്തു പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ട്. അതിൻ്റെ അകത്ത് ഇല്ലാത്ത മേഖലകളില്ല എന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് ടെക്നിക്കലി ആയിട്ടുള്ള സൈഡുകളിലേക്ക് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ ആയാലും പുതിയ അതിൻ്റെ എല്ലാം മാനേജ് ചെയ്യാൻ ഒരാളുണ്ട്. അതുപോലെ ആർട്ട് പ്രൊഡക്ഷൻ, ആർട്ട് ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് ഒരാളുണ്ട്. കുട്ടണ്ണൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന കുട്ടൻ ചേട്ടൻ, വിഷ്ണു, മിത്തു, മിസ്റ്റർ അരുൺ കല്ലറ ഇവിടെ ഇരിപ്പുണ്ട്. 6:30 അര അരുൺ എന്നാണ് അരുൺ കല്ലറയെ കുറിച്ച് ഞങ്ങൾ പറയുന്നത്. അതെ, സഹചാരിയാണോ എല്ലായിടത്തും ഇപ്പൊ ഒപ്പം വരാറുണ്ട്? അതെ അതെ അതെ. പിന്നെ അബി, ആനന്ദ്, അങ്ങനെ കുറെ ആൾക്കാരുണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്നത്. അപ്പം ഈ ഒരു ടീം ഭയങ്കര ഒരു എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു വലിയൊരു വർത്തിയായിട്ടുള്ള ഒരു ടീമാണ്. അപ്പം ഈ ടീമിലാണ് ഞങ്ങളുടെ സീക്രട്ട് ലെറ്റർ എന്ന് പറയുന്ന ഷോയുടെ ഉത്ഭവം. അപ്പോൾ അത് എനിക്ക് ഐഡിയ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഒരു കാഷ്വൽ ടോപ്പിക്കിൽ ഞങ്ങൾ വേറൊരു ഷോ സെറ്റ് ചെയ്യാം എന്നുള്ളൊരു മൈൻഡിൽ ഇരുന്ന സമയത്ത് ഒരു ഷോ സെറ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു. പിന്നെ വേറൊരു അൺഎക്സ്പെക്റ്റഡ് മൊമെന്റിൽ ഞാൻ ഒരാളിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിൽ ഈ പേരൊക്കെ ഉരുത്തിരിഞ്ഞിങ്ങനെ മനസ്സിൽ വന്നു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. തുടങ്ങിയപ്പോൾ ഇതൊരു ചെറിയ ഷോ ആയിരുന്നു. ചെയ്ത് വന്നപ്പോഴത്തേക്കും വലിയൊരു ഷോ ആയി. പിന്നെ ഞാൻ ആലോചിച്ചു ഇത്രയും വലിപ്പം വേണ്ടാന്ന്. അതിൽ നിന്ന് പിന്നെ കട്ട് ചെയ്തൊരു മീഡിയം ഷോ ആക്കി. ഒറ്റ ദിവസത്തെയാണോ അതോ ഇത് ട്രിവാൻഡ്രത്ത് ഒറ്റ ദിവസത്തെ ഷോ മെയ് 25-ന് ടാഗോർ തിയേറ്ററിലാണ്. ഇപ്പോൾ ടിക്കറ്റ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ടിക്കറ്റ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ അക്കൗണ്ടിൽ ലൈക്ക് എൻ്റെ പോസ്റ്റേഴ്സ് അവൈലബിൾ ആണ്. അതിൽ കോൺടാക്ട് നമ്പർ ഉണ്ട്, വാട്സപ്പ് നമ്പർ ഉണ്ട്. അതുവഴി നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. പക്ഷേ ലിമിറ്റഡ് ഷോസ് ആയിരിക്കും കേട്ടോ. നമ്മൾ ഇവിടെ അങ്ങനെ ഒരുപാട് ഷോസ് ചെയ്യാനായിട്ടുള്ള പ്ലാൻ ഇല്ല. വേറെ കുറച്ച്, അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ മെന്റലിസത്തിൽ തന്നെ ഞാൻ നിന്ന് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഒരു പ്രോഗ്രാമിൽ എന്റർടൈൻമെന്റ്, പ്യൂർലി എന്റർടൈൻമെന്റ്, ഫുൾ എന്റർടൈൻമെന്റ് ഷോ. വായോ കുറച്ചു നേരം സന്തോഷിച്ച് അടിച്ചു വിളിച്ചങ്ങ് പോവാം. അതെ. ഇപ്പം അനന്തു കൂടുതലും രാജ്യങ്ങളിലൊക്കെ പോകാറുണ്ടല്ലോ ഇതുമായിട്ട് ബന്ധപ്പെട്ട്, പെർഫോമൻസ് ഒക്കെ ബന്ധപ്പെട്ട്. അപ്പോൾ ഓഡിയൻസിന്റെ അടുത്തുനിന്ന് ഭയങ്കര ഒരു ചിയറിംഗ് കൈൻഡ് ഓഫ് സാധനം കിട്ടുക, അപ്രീസിയേഷൻ ഒക്കെ കിട്ടിയിട്ടുള്ള സ്റ്റേജ് ഏതാണ്? ഇപ്പൊ കേരളത്തിലെയോ പുറത്തെയോ? കെനിയയിൽ കിട്ടിയിട്ടുണ്ട് ഭയങ്കര. ദുബായിലുള്ള പല സ്റ്റേജസിലും നമുക്ക് അങ്ങനെ വലിയൊരു അപ്രീസിയേഷൻ കിട്ടാറുണ്ട്. പിന്നെ ഇപ്പോൾ ശ്രീലങ്കയിൽ ഒരു ഇവന്റ് ചെയ്തു. അത് ഭയങ്കര, അത് മലയാളീസ് അല്ലായിരുന്നു, അത് ഇംഗ്ലീഷിൽ ചെയ്ത ഷോയാ. അപ്പോൾ അത് ഭയങ്കര, അത് ഇംഗ്ലീഷ് അറിയാലോ, വേറെ ഫോറിനേഴ്സ് ഒക്കെയാണ്, ആർക്കും എന്നെ അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു പുതിയ ഇൻട്രൊഡക്ഷൻ ഒരാൾ വരികയാണെന്നുള്ള രീതിയിൽ വന്നപ്പോഴത്തേക്ക് അവിടെ എനിക്ക് ഭയങ്കര ഒരു റെസ്പോൺസ് ആയിരുന്നു അവിടെ ശ്രീലങ്കയിൽ. നാട്ടിൽ തന്നെക്കാളും അത് നാട്ടിലെ തന്നെ കാട്ടി ഒരു പൊടിക്ക് കൂടുതൽ ഉണ്ടായിരുന്നു. കാര്യം ഞാനും പുതിയതാണ്, എനിക്ക് അവരും പുതിയതാണ്. അപ്പോൾ അങ്ങനെ ഒരു അതെ. അനന്ത്, ഇപ്പൊ ഈ ക്രൈം സീൻ ഒക്കെ വരാറില്ലേ, കൊലപാതകങ്ങള്, അങ്ങനത്തെ കുറ്റകൃത്യങ്ങളൊക്കെ, അതിൽ മെന്റലിസ്റ്റിനെ റോളിന് വിളിക്കാറുണ്ട്? അതായത് ഇപ്പം ആരാണോ സസ്പെക്ട് അവരുടെ മനസ്സിലുള്ള തെളിയിക്കാൻ വേണ്ടിട്ടൊക്കെ മെന്റലിസ്റ്റ് ആയിട്ട് വിളിച്ചിട്ട് ഒരു കാര്യമില്ല. മെന്റലിസ്റ്റ് എന്ന് പറഞ്ഞ മെന്റലിസ്റ്റ് ഒരു ആർട്ടിസ്റ്റ് ആണ്. മെന്റലിസ്റ്റിനെ വിളിക്കണ്ട. പക്ഷേ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് അറിയാന്നുള്ളവരെ വിളിക്കാം. ഞാൻ ഈ പറഞ്ഞ പോലെ മെന്റലിസ്റ്റ് എന്നുള്ളൊരു സാധനം ആർട്ട് ഫോമിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. മെന്റലിസ്റ്റ് ആയതുകൊണ്ട് എന്നെ വിളിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതിന്റെ കൂടെ ഞാൻ വേറെ കുറച്ച് ടോപ്പിക്സ് കൂടെ റിസർച്ച് ചെയ്യുന്നുണ്ട്. ഈ മെന്റലിസം ചെയ്തിട്ട് ഹിപ്നോട്ടിസം ചെയ്തിട്ട് അവരുടെ മനസ്സിലുള്ളിൽ ആ ഒരു സാധനങ്ങൾ എന്തായിരിക്കും കണ്ടെത്താൻ. അതാ ഞാൻ പറഞ്ഞത്, മെന്റലിസം നമുക്കൊരു ആർട്ട് ഫോം ആയിട്ടുള്ള രീതി മാത്രമേ എനിക്ക് ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളൂ. അതിനപ്പുറത്തേക്ക് മെന്റലിസം വെച്ചിട്ട് പോലീസ് കേസ് കണ്ടുപിടിക്കാന്നല്ല. പക്ഷേ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ക്രിമിനൽ സൈക്കോളജി കാര്യങ്ങളൊക്കെ ഞാൻ പഠിക്കുന്ന ആളാണ്. അപ്പം ആണെങ്കിൽ അതിൻ്റെ ഞാൻ ഈ ബിഹേവിയർ പ്രൊഫൈലിംഗ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ ആ സബ്ജക്റ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ചില കാര്യങ്ങളൊക്കെ അസംഷൻസ് കൊടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ കോടതിയിൽ അത് തെളിവൊന്നുമല്ല. ലൈ ഡിറ്റക്ഷൻ പോലും അതിങ്ങനെ ലൈക്ക് നുണപരിശോധന പോലും കോടതിയിൽ അങ്ങനെ ഇപ്പോൾ തെളിവായിട്ടൊന്നും ഇല്ലല്ലോ. ജസ്റ്റ് ഒരു കേസിന് സഹായിക്കും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ചെറിയ ചെറിയ അസംഷൻസ് നമുക്ക് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് റിലേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ പഠിച്ച ഒരാൾക്ക് ഇങ്ങനെയുള്ള അസംഷൻസ് കൊടുക്കാം എന്നുണ്ട്. പക്ഷെ മെന്റലിസ്റ്റ് ആയതുകൊണ്ട് മെന്റലിസം മാത്രം പഠിച്ചുകൊണ്ട് അതൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലും? അതൊന്നും പറയാൻ പറ്റില്ല.
മെന്റലിസം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു ആർട്ടാണല്ലോ, പ്യൂർലി എന്റർടൈൻമെന്റ് മാത്രം ഉദ്ദേശിച്ചുള്ള സാധനം. ഇപ്പം അനന്തൊരു പെർഫോം ചെയ്യുന്ന വെച്ചൊരു സ്റ്റേജിൽ, അപ്പോൾ ഒരാളെ അല്ലെങ്കിൽ അയാളുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും പേഴ്സണലി ഹേർട്ട് ആകാറുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സാഹചര്യങ്ങളെല്ലാം വരാറുണ്ടോ? ഉണ്ട്. അത് എന്ന് വെച്ചാൽ അത് നമുക്ക് മനസ്സിലാവും ചിലപ്പോഴൊക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ പെർമിഷൻ ഇല്ലാത്ത സാധനങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യില്ല. ഈ ഇടയ്ക്ക് ആദ്യമേ ചോദ്യം, ഞാൻ സ്റ്റേജിൽ ഒരു പെർഫോമൻസ് ചെയ്തു. അപ്പോൾ അത് ചെയ്ത സമയത്ത് ആ കുട്ടിക്ക് അത് അപ്ലോഡ് ചെയ്യുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാര്യം ആ കുട്ടിയുടെ റിലേറ്റീവ്സ് ഒക്കെ അത് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവും. ആ കുട്ടി എൻ്റെ മാനേജറിനെ വിളിച്ചായിരുന്നു. നമുക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല, ഞാൻ ഓക്കെ നമുക്കത് റീച്ച് കിട്ടുമോ അതൊന്നും നോക്കിയിട്ടല്ലോ. ആ കുട്ടി പറഞ്ഞു ആ കുട്ടിക്ക് കംഫർട്ട് അല്ല എന്ന് പറഞ്ഞു. ഓക്കെ ശരി, നമ്മൾ ഡിലീറ്റ് ചെയ്തു. ലൈവ് ഷോസിൽ ഞാൻ അവരുടെ ഡെപ്ത് മനസ്സിലാക്കിയിട്ടേ ഞാൻ ചെയ്യുള്ളൂ. അവർക്കത് ബുദ്ധിമുട്ടാണെങ്കിൽ എനിക്കത് മനസ്സിലാവും. അത് അതിനപ്പുറത്തേക്ക് ഞാൻ ചെയ്യാൻ പോവില്ല. മാക്സിമം ഞാൻ അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇത് പറഞ്ഞപ്പോഴാണ് ചില പ്രണയ സാക്ഷാത്കാരങ്ങൾ നമ്മുടെ പേര് കണ്ടുപിടിച്ചു കൊടുത്തായിരിക്കും. അത് പേര് കണ്ടുപിടിച്ചത് ഒരു സൈഡ് ഉണ്ട്. അതല്ലാതെ ഒരു കൊച്ച് രണ്ടുപേര് ഞങ്ങളൊരു പെർഫോം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇവർ രണ്ടുപേരും ഇങ്ങോട്ടും വന്നു നിന്നു. അപ്പം ഞാൻ അവനോട് ഒരു കാര്യം പറയാൻ പറഞ്ഞു. അപ്പൊ അത് അവർക്ക് രണ്ടുപേർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. അപ്പൊ അതുവഴി ഞാനതൊന്നും അറിയുന്നില്ല, ഞാൻ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇവർക്ക് രണ്ടുപേരുടെ ഇടയിൽ ഒരു കോഡുള്ള ഒരു ആൻസറാണ് ഇവർ രണ്ടുപേരും പറഞ്ഞത്. സത്യത്തിൽ ഇവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ്, പക്ഷെ ഇവർ രണ്ടുപേരും തുറന്നു പറഞ്ഞിട്ടില്ല. അന്ന് ആ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടുപേരുടെയും വായന ആ സാധനം വന്നു. എന്നിട്ട് ഈ വീഡിയോ കണ്ടിട്ട് സെയിം സാധനം വീഡിയോ കണ്ടിട്ട് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് അതെ അവനും എന്നെ വിളിച്ചിട്ട് എന്റെ പൊന്നു ബ്രോ നിങ്ങൾ മറ്റാണ് അതാണ് കുടുംബകലഹങ്ങൾ മാത്രമല്ല, കുടുംബങ്ങളെ ഒന്നിപ്പിക്കാനും നമ്മള് അതന്നെ അവർക്ക് എങ്ങനെ പറയാന്നുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു നേരിട്ട്. അതിപ്പം നീ ഒരു മീഡിയം ആയപ്പോ അല്ലെ, ഞാനങ്ങനെ പർപ്പസ്ഫുള്ളി ആയതൊന്നുമില്ല, ഞാനും അറിയാതെ സംഭവിച്ചു പോയത്. അത് അങ്ങനെ നല്ല കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് കുറേ അധികം കാര്യങ്ങൾ സംസാരിച്ചില്ലേ, 1.5 മണിക്കൂർ അല്ലേ. ഫണ്ണുണ്ടായി, സീരിയസ് ഉണ്ടായി, ഇമോഷണൽ ഉണ്ടായി. ഒക്കെ ഏതായാലും നല്ലൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. പിന്നെ എനിക്ക് തന്ന ടിപ്സ് അത് ഞാൻ പേഴ്സണലി ടെസ്റ്റ് ചെയ്തിട്ട് ഏതായാലും ഞാൻ റിവ്യൂ പറയുന്നുണ്ട്. എന്തായാലും താങ്ക് യു സോ മച്ച്. അറിയാം ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം തന്നെ മറ്റേ ഒരു ഷോയിൻ്റെ പിറകിലാണല്ലോ, സീക്രട്ടിൽ. അപ്പോൾ ഇതെല്ലാം നന്നായി വിജയിക്കട്ടെ. ആ തിരക്കിനൊക്കെ ഇടയിലും ഓടി വന്ന് എനിക്കൊരു ഇൻ്റർവ്യൂ തരാൻ കാണിച്ചത് കൊണ്ട് ഒരു മനസ്സിന് ഒരുപാട് നന്ദി. അതിനു മുന്നേ എന്താണ് M5-ന്റെ പ്രേക്ഷകർക്ക് കൊടുക്കാനുള്ളത്? ഞാൻ ഈ പറഞ്ഞ പോലെ ഞാനെങ്ങനെ ഇന്റർവ്യൂസ് കുറേ നാൾക്ക് ശേഷം ഇപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇങ്ങനെ ഇപ്പോൾ ചെയ്ത് ഒരുപാട് ഇന്റർവ്യൂസ് ചെയ്തു, എല്ലാം നല്ല രീതിയിൽ പോയി. അതുപോലെ തന്നെ സൗമ്യയുടെ നേരത്തെ പറഞ്ഞുള്ള സൗമ്യമായിട്ടുള്ള ചോദ്യങ്ങളും ഒരുപാട് ഇഷ്ടപ്പെട്ടു. M5 ന്യൂസിനോട് ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനെ ഒരു ഒത്തുകൂടലിനൊരു അവസരം ഒരുക്കിയതിനും. ഞാൻ സൗമ്യയുടെ കണ്ടിട്ടുണ്ട്, സൗമ്യയുടെ ന്യൂസ് റീഡിംഗ് ഒക്കെ ചെയ്തില്ലേ, അതൊക്കെ കണ്ടിട്ടുണ്ട്. അല്ലാതെ വാർത്ത കാണാറില്ല? കോമഡി വാർത്ത കാണാറുണ്ട്. എനിക്ക് ഈ വയലൻസ് ഒന്നും അങ്ങനെ അങ്ങനെയുള്ള വാർത്തകളൊന്നും എനിക്ക് അങ്ങനെ കാണുന്നത്, എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രബോധമുണ്ട്. അതിനപ്പുറത്തേക്ക് സോക്കോൾഡ് പൊളിറ്റിക്സിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ വയലൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കൂടുതൽ കേൾക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്ര നേരം നമ്മളോടൊപ്പം സംസാരിച്ചതിന് M5 ന്യൂസിന്റെ ഒരു കോംപ്ലിമെന്റ് ഉണ്ട് അനന്തുവിന്. താങ്ക് യു സോ മച്ച്. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു. ഉറപ്പായി.